ഓക്കെ. സ്റ്റാർട്ട്. ഓക്കെ, ഇതുവരെ നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെസ്റ്റേൺ ലോജിക് അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിൻ ലോജിക് എന്നൊക്കെ പറയട്ടോ. ഇതുവരെ നമ്മൾ അരിസ്റ്റോട്ടലിൻ ലോജിക് എന്ന ടേം ഞാൻ ക്ലാസ്സിൽ ഉപയോഗിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. നമ്മൾ വെസ്റ്റേൺ ലോജിക്കിനെ തന്നെയാണ് അരിസ്റ്റോട്ടലിൻ ലോജിക് എന്നും പറയാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ മാറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട, അത് വെസ്റ്റേൺ ലോജിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ വെസ്റ്റേൺ ലോജിക്കിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തു. ഒരുപാട് PYQs ചെയ്തു. ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഡൗട്ടുള്ള 1-2 പേരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എന്തിനും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഇന്ത്യൻ ലോജിക്കാണ്. ഇന്ത്യൻ ലോജിക്ക് കമ്പാരിറ്റീവ്ലി വെസ്റ്റേൺ ലോജിക്കിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് ചെറിയൊരു പോർഷൻ ആണ്. പക്ഷെ എന്നാൽ പോലും ഇതിൽ ടേംസുകളൊക്കെ, അതായത് മലയാളം ഇംഗ്ലീഷിലേക്ക് മാറ്റി അതിന്റെ പ്രൊനൗൺസിയേഷൻ കാര്യങ്ങൾ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നില്ല, ചിലവർക്ക് അതായത് ഇന്ത്യൻ ഫിലോസഫി കാര്യങ്ങളൊക്കെ പരിചയമുള്ളവർക്ക് അത് ചിലപ്പോൾ കുറച്ച് ഈസി ആയിട്ട് തോന്നും. അല്ലാത്തവർക്ക് കുറച്ചൊരു ടേമുകളൊക്കെ എന്താണ് മലയാളീകരി എന്നുള്ളത് ഇംഗ്ലീഷിലേക്ക് മാറ്റുണ്ടാവുന്ന കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. എന്നാലും ഫാലസീസ് ആണ് പിന്നെയും കുറച്ചും കൂടെ, ഇന്ത്യൻ ഫാലസിയാണ് കുറച്ചും കൂടി ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയ. ബാക്കിയൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പൊ ഇന്ത്യൻ ലോജിക്കിൽ നമുക്ക് പ്രമാണാസ് ആണ് പഠിക്കാനുള്ളത്. പ്രമാണാസിൽ തന്നെ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് വിഷയം പ്രമാണാസ് എന്താന്ന്, അതിൽ വരുന്ന എത്ര പ്രമാണസുകൾ ഉണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ എന്താണ് പറയാ, ഇൻഫറൻസ് പഠിച്ച പോലെ ഡിഡക്റ്റീവ് ഇൻഫറൻസും ഇൻഡക്റ്റീവ് ഇൻഫറൻസും നമ്മൾ ആദ്യം തുടക്കത്തിൽ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് മുഴുവൻ ഡിഡക്റ്റീവ് ഇൻഫറൻസിന്റെ ആസ്പെക്ടുകൾ തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ 6 പ്രമാണാസ് ഉണ്ടെങ്കിലും പിന്നെ നമ്മൾ അതിന് അനുമാന, അതായത് നമ്മൾ ഇൻഫറൻസ്, നമ്മൾ മുന്നേ വെസ്റ്റേൺ ലോജിക്കിൽ പഠിച്ചിട്ടുള്ള ഇൻഫറൻസ് അത് തന്നെയാണ് ഈ അനുമാന എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ എന്താണ് പ്രമാണാസ് നോക്കാം. പ്രമാണാസ് ഇസ് ദ മീൻസ് ബൈ വിച്ച് വൺ ഒബ്റ്റെയിൻ ആക്യുറേറ്റ് ആൻഡ് വാലിഡ് നോളജ് അബൌട്ട് ദ വേൾഡ്. അതായത് പ്രമാണാസ്, അതായത് നമ്മളിപ്പോ ഈ വെസ്റ്റേൺ ലോജിക്കിൽ പഠിച്ചതിന്റെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എന്താണ് ഇൻഫറൻസിൽ കുറച്ച് തമ്മിൽ റിലേഷൻ ഉള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇങ്ങനെയൊക്കെ ഉൾപ്പെടുത്തി ഇരിക്കുന്നത് എന്ന് വരെ തോന്നിപ്പോകും. എനിക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ലോജിക്കൽ റീസണിംഗ് പഠിച്ച സമയത്ത് ഒരു ബന്ധമില്ലാത്ത ഒരു കാര്യമാണല്ലോ ഈ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പ്രമാണാസ് ഇസ് ദ മീൻസ് ബൈ വിച്ച് വൺ ഒബ്റ്റെയിൻ ആക്യുറേറ്റ് ആൻഡ് വാലിഡ് നോളജ് അബൌട്ട് ദ വേൾഡ്. അതന്നെ നമ്മൾ പ്രമാണങ്ങൾ എന്ന് പറയില്ലേ മലയാളത്തിൽ, അതന്നെയാണ് ഈ പ്രമാണാസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ലോകത്തിനെ കുറിച്ചിട്ടുള്ള ആക്യുറേറ്റ് ആൻഡ് വാലിഡ് നോളജ് കിട്ടുന്ന വഴികളെയാണ് നമ്മൾ പ്രമാണാസ് എന്ന് പറയുന്നത്. എന്തെല്ലാം അവലംബിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ നിന്നുള്ള സകലമാന കാര്യങ്ങളെ കുറിച്ചുള്ള നോളജ് അല്ലെങ്കിൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. അതിനാണ് നമ്മൾ പ്രമാണാസ് എന്ന് പറയുന്നത്. ഇറ്റ് സെർവ്സ് വൺ ഓഫ് ദ കോർ കൺസെപ്റ്റ് ഇന്ത്യൻ എപ്പിസ്റ്റമോളജി. ഇന്ത്യൻ എപ്പിസ്റ്റമോളജി അതായത് നമ്മളെ എന്താണ് വിജ്ഞാനശാസ്ത്രം, അതിന്റെ എന്താണ് കോർ കൺസെപ്റ്റ്, അതായത് എല്ലാ വിജ്ഞാനങ്ങളും നമുക്ക് എങ്ങനെ കിട്ടുന്നു അതിന്റെ വഴികൾ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ പ്രമാണാസ് എന്ന് പറയുന്നത്. ദർ ആർ 6 പ്രമാണാസ്. 6 വഴികളിലൂടെ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ ഉള്ള നമുക്ക് അറിവുകൾ കിട്ടുന്നത് 6 വഴികളിലൂടെയാണ് എന്നാണ് പറയുന്നത്. അത് ഇന്ത്യൻ ഫിലോസഫിയിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോ ആ 6 പ്രമാണാസ് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന് പ്രത്യക്ഷ, പെർസെപ്ഷൻ, then second അനുമാന, ഇൻഫറൻസ്, then third one ഉപമാന, കമ്പാരിസൺ, then fourth one ശബ്ദ, വെർബൽ ടെസ്റ്റിമണി, then fifth one അർത്ഥപട്ടി, ഇംപ്ലിക്കേഷൻ. ഇതിന്റെ ഒക്കെ ഒരു പ്രൊനൗൺസിയേഷൻ നമ്മൾ വാരിഡ് ആയിട്ട് കാണാറുണ്ട് കേട്ടോ. പലരും പല രീതിയിൽ അർത്ഥപത്തി എന്ന് വായിക്കുന്നവരുണ്ട്, അർത്ഥപത്തി എന്ന് വായിക്കുന്നവരുണ്ട്. ഓക്കെ, അനുപലബ്ധി, നോൺ അപ്രിഹെൻഷൻ, അതാണ് ഈ
ഇത് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോന്നും നോക്കുന്നുണ്ട്. ഇതാണ് 6 പ്രമാണാസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 6 പ്രമാണസിന്റെ പേര്, അതിന്റെ മലയാളത്തിലുള്ള പേരും അതുപോലെ എന്താണ് എന്നുള്ള അതിന്റെ ഇംഗ്ലീഷിലെ പെർസെപ്ഷൻ, ഇത് രണ്ടും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിലൊക്കെ പ്രത്യക്ഷ എന്ന് കാണും പെർസെപ്ഷന് പകരം, പക്ഷെ നമ്മൾ പ്രത്യക്ഷയാണ് പെർസെപ്ഷൻ എന്നും അനുമാനയാണ് ഇൻഫറൻസ് എന്നും ഉപമാനയാണ് കമ്പാരിസൺ എന്നും രണ്ട് പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇനി എന്താണ് ഈ പ്രമാണാസ്, 6 പ്രമാണാസുകൾ എന്തെല്ലാം, എങ്ങനെയൊക്കെയല്ല പ്രത്യക്ഷ വഴി നമുക്ക് എങ്ങനെയാണ് ഒരു നോളജ് കിട്ടുന്നത്, അനുമാന വഴി ഇൻഫറൻസ് വഴി എങ്ങനെയാണ്, ഉപമാന വഴി കമ്പാരിസൺ വഴി എങ്ങനെയാണ് നമുക്ക് നോളജ് കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെ കിട്ടുന്ന നോളജുകളെയാണ് നമ്മൾ പ്രത്യക്ഷ പെർസെപ്ഷൻ വഴി കിട്ടുന്ന നോളജ് എന്ന് പറയുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ഓക്കെ, പ്രത്യക്ഷ എന്ന് പറയുമ്പോൾ പെർസെപ്ഷൻ, ഇറ്റ് മീൻസ് ദാറ്റ് വിച്ച് ഈസ് പെർസെപ്റ്റബിൾ ടു ദ ഐ ഓർ വിസിബിൾ. അതായത് നമ്മളെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും, അങ്ങനെ കുറച്ച് അറിവുകൾ നമുക്ക് കിട്ടും ഇല്ലേ. ഇപ്പൊ മുന്നിൽ നടക്കുന്ന ഒരു കാര്യം, നമ്മുടെ മുന്നിൽ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പൊ നമ്മുടെ മുന്നിൽ മുറ്റത്തെ നിന്നൊരു മാങ്ങ വീണു, ആ മാങ്ങ വീണു എന്നുള്ളൊരു അറിവ്, അല്ലെങ്കിൽ എന്താണ് 4 മാങ്ങകളെ നമ്മൾ കണ്ടച്ചതായിരുന്നു, അതിൽ ഒരു മാങ്ങ വീണു എന്നുള്ള അറിവ് നമുക്ക് എങ്ങനെ കിട്ടുന്നത്, നമ്മൾ കണ്ടു. അത് ആ ഐ പേഴ്സൺ നമ്മൾ എന്താണ് നേരിട്ട് നമ്മൾ ഡയറക്റ്റ് ഐ കോണ്ടാക്ടിലൂടെ നമ്മൾ അത് കണ്ടു. അങ്ങനെ കിട്ടുന്ന നോളജുകളെയാണ് നമ്മൾ എന്ത് പറയാ, പ്രത്യക്ഷ അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പ്രതി മീൻസ് ഫംഗ്ഷൻ ഓഫ് ഈച്ച് സെൻസ് ഓർഗൻ ആൻഡ് അക്സ മീൻസ് സെൻസ് ഓർഗൻ. അതായത് ആ പ്രത്യക്ഷ എന്നുള്ളതിന്റെ ഒരു പിന്നെ മീനിങ് ആണ് പറയുന്നത്. അതായത് ഈ പ്രത്യക്ഷ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഐ കോണ്ടാക്ട് കൊണ്ട്, അതായത് നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾക്ക് നേരിട്ട് കാഴ്ചയിലൂടെ കിട്ടുന്ന അറിവുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യക്ഷ പെർസെപ്ഷൻ വഴി കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് കാറ്റഗറൈസേഷൻ ഓഫ് പെർസെപ്ഷൻ ഉണ്ട്. 3 വിധത്തിൽ നമ്മൾ എന്താണ് ഏകദേശം സെയിം കോൺസെപ്റ്റുകളാണ്, എന്നാലും ചെറിയ ചെറിയ ചേഞ്ചുകൾ ഉണ്ട്, നോക്കാം. കാറ്റഗറൈസേഷൻ ഓഫ് പെർസെപ്ഷൻ, ഡയറക്റ്റ് പെർസെപ്ഷൻ എന്നും റിമെമ്പേർഡ് പെർസെപ്ഷൻ എന്നും. ഡയറക്റ്റ് പെർസെപ്ഷനെ അനുഭവ എന്നും റിമെമ്പേർഡ് പെർസെപ്ഷനെ സ്മൃതി എന്നും പറയും. അങ്ങനെ ഡയറക്റ്റ് പെർസെപ്ഷൻ, റിമെമ്പേർഡ് പെർസെപ്ഷൻ ഇങ്ങനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ നിർവികൽപക ആൻഡ് സവികൽപക ഇങ്ങനെയും, അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ഡിറ്റർമിനേറ്റ് ഇങ്ങനെയും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൗകിക അലൗകിക ഇങ്ങനെയും നമ്മൾ പ്രത്യക്ഷയെ അല്ലെങ്കിൽ പെർസെപ്ഷനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, നിർവികൽപക അല്ലെങ്കിൽ സവികൽപക എന്നുള്ളത് ഏതിന്റെ കാറ്റഗറൈസേഷൻ ആണ്. അതിൽ ഓപ്ഷൻസ് നമുക്ക് ഇതൊക്കെ ഉണ്ടാവും, പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ അങ്ങനെ ഉണ്ടാവും. അപ്പൊ പ്രത്യക്ഷയുടെ കാറ്റഗറൈസേഷൻ, അതായത് ഓരോന്നിലും കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാറരുത്. പ്രത്യക്ഷയുടെ അതായത് പെർസെപ്ഷൻ, ഐ കോണ്ടാക്ടിലൂടെ കിട്ടുന്ന നോളജിനെ നമ്മൾ 3 വിധത്തിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് പെർസെപ്ഷൻ ആൻഡ് റിമെമ്പേർഡ് പെർസെപ്ഷൻ, നിർവികൽപ കൽപക ആൻഡ് സവികൽപക, ദെൻ ലൗകിക ആൻഡ് അലൗകിക. അതെന്താ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഡയറക്റ്റ് പെർസെപ്ഷൻ ആൻഡ് റിമെമ്പേർഡ് പെർസെപ്ഷൻ എന്താന്ന് നോക്കാം. ഡയറക്റ്റ് പെർസെപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതന്നെ പ്രത്യക്ഷ ഇസ് നോളജ് ഗെയിൻ ടു ഇമ്മീഡിയറ്റ് ഡയറക്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ സെൻസ് ഓർഗൻ ആൻഡ് ദ ഒബ്ജക്ട് വിത്തൗട്ട് ദ മീഡിയേഷൻ ഓഫ് ഇൻഫറൻസ് ഓർ ടെസ്റ്റ്. നമ്മളൊരു ഇൻഫറൻസോ, അതായത് ഏതെങ്കിലും കാര്യം നിന്ന് എന്താണ് ഒരു റീസൺ ചെയ്തെടുക്കൊന്നും വേണ്ട, നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് എന്താണോ നമ്മളിപ്പോ പെർസെപ്ഷന്റെ ഇതിൽ പറഞ്ഞത്, ഡയറക്റ്റ് കോണ്ടാക്ടിലൂടെ കാണുന്ന നോളജുകൾ ഡയറക്റ്റ് പെർസെപ്ഷൻ എന്ന് പറയുന്നു. റിമെമ്പേർഡ് പെർസെപ്ഷൻ എന്താണ്, സ്മൃതി ഈസ് നോളജ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് റിട്രീവ്ഡ് ഫ്രം മെമ്മറി. അതായത് നമ്മുടെ ഓർമ്മകൾ ഉണ്ടല്ലോ, അതും നമുക്കൊരു മെമ്മറി ഒരു നോളജ് അല്ലേ. നമ്മളിൽ ഉണ്ടായിട്ടുള്ള മുമ്പ് പാസ്റ്റ് ഇവന്റ്സുകളൊക്കെ നമുക്കൊരു നോളജാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പാസ്റ്റ് സംഭവിച്ച്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ നെറ്റ് എഴുതിയിട്ട് നമുക്ക് കിട്ടിയില്ല, അത് നമുക്കൊരു പാസ്റ്റ് എക്സ്പീരിയൻസ്, അതിന് നമുക്ക് ഒരുപാട് എന്താണ് നോളജ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് നോളജുകൾ കിട്ടും. അങ്ങനെയുള്ള നോളജുകളെ നമ്മൾ റിമെമ്പേർഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് പെർസെപ്ഷൻ ആണ് നമ്മൾ നേരത്തെ പെർസെപ്ഷന്റെ പിന്നെ ഡെഫിനേഷൻ പറഞ്ഞില്ല, അതന്നെ ഡയറക്റ്റ് പെർസെപ്ഷൻ. റിമെമ്പേർഡ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, അതായത് ഓർമ്മകളിൽ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് എന്താണ് നോളജുകൾ കിട്ടും, അതിനെയാണ് റിമെമ്പേർഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് പെർസെപ്ഷൻ, റിമെമ്പേർഡ് പെർസെപ്ഷൻ ഒക്കെ ആണെന്ന് വിചാരിക്കുന്നത്. സിമ്പിൾ ആണ്, ഒന്നും കൺഫ്യൂസ്ഡ് ആകാനില്ല. പക്ഷെ ഇതൊക്കെ ഏതിന്റെ കാറ്റഗറൈസേഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി എന്താണ് നിർവികൽപക ആൻഡ് സവികൽപക, ഇതൊക്കെ പെർസെപ്ഷന്റെ കാറ്റഗറൈസേഷൻ ആണ് കേട്ടോ.
നിർവികൽപക എന്ന് പറഞ്ഞാൽ ഇൻഡിറ്റർമിനേറ്റ്. ചിലപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് എന്നുള്ള പേരിലും കാണാറുണ്ട് കേട്ടോ. രണ്ട് പേരുകൾ പഠിച്ചു വെക്കുക. സവികൽപക ഡിറ്റർമിനേറ്റ് ആണ്, നിർവികൽപക ഇൻഡിറ്റർമിനേറ്റ്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പെർസെപ്ഷൻ, ഇനീഷ്യൽ പെർസെപ്ഷൻ എന്നും ഇതിന് പറയാറുണ്ട്. വിത്തൗട്ട് നോയിങ് ഇറ്റ്സ് ഫീച്ചർ, ഇതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ അതിന്റെ എക്സാമ്പിൾ നോക്കുക, അങ്ങനെ മനസ്സിലാക്കാൻ ഇത് കൂടുതൽ മനസ്സിലായി. നോളജ് ഓഫ് ഡ്രൈവിംഗ് ബിഫോർ ലേണിംഗ് ഡ്രൈവിംഗ്. നമുക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒരുപാട് നോളജ് ഉണ്ടാവും ഇല്ലേ? അതായത് ഇപ്പൊ അവിടെ സ്റ്റെയറിംഗ് ഉണ്ടാവും, ഇവിടെ സ്റ്റെയറിംഗ് ഉണ്ടാവും, ഇങ്ങനെ തിരിച്ചാൽ എന്താണ് ആക്സിലേറ്ററിന് എത്ര കൊടുത്താൽ ഇത്ര സ്പീഡ് കൂടായിരിക്കും. ഇത് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുന്നെയാണ്. അതായത് ഡ്രൈവിംഗ് പഠിച്ചിട്ടും പഠിക്കുന്നതിന് മുന്നേ ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള അറിവുകൾ രണ്ടായിരിക്കില്ലേ? അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാതെ ഡ്രൈവിങ്ങിനെ കുറിച്ച് കിട്ടുന്ന അറിവുകൾ ഉണ്ടല്ലോ, അങ്ങനത്തെ, അതായത് ബിയോണ്ട് പെർസെപ്ഷൻ, നമ്മുടെ പെർസെപ്ഷന്റെ അപ്പുറത്തേക്ക്, അതായത് വിത്തൗട്ട് നോയിങ് ഇറ്റ്സ് ഫീച്ചർ. അതായത് വിത്തൗട്ട് നോയിങ് ഇറ്റ്സ് ഫീച്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സുകളൊന്നും, എങ്ങനെ ഓടിക്കണം, എത്ര സ്പീഡ് കൂടെ, ഇതൊന്നും അറിയുന്നതിന് മുന്നേ നമുക്കൊരു നോളജ് ഉണ്ടാവില്ല ഇന്നതായിരിക്കും എന്നുള്ളത്. അതിനാണ് നിർവികൽപക എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ദെൻ സവികൽപക എന്ന് പറഞ്ഞാൽ നോളജ് ഓഫ് ഡ്രൈവിംഗ് ആഫ്റ്റർ ലേണിംഗ് ഡ്രൈവിംഗ്. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം ഡ്രൈവിങ്ങിനെ കുറിച്ച് നമുക്കൊരു നോളജ് ഉണ്ടാവും. അതായത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് പെർസെപ്ഷൻ എന്നാണ് പറയാ, അല്ലെങ്കിൽ പ്രോസസ്സഡ് പെർസെപ്ഷൻ. അതായത് ആ ഒരു ഡ്രൈവിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മൾ പ്രോസസ് ചെയ്തു എന്നിട്ട് കിട്ടുന്ന പെർസെപ്ഷൻ ആണ്. അല്ലെങ്കിൽ ഇൻഡെപ്ത് നോളജ് ഉണ്ടാവും അല്ലെ? ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിങ്ങിനെ കുറിച്ച് നമുക്ക് നല്ല ഡെപ്തിൽ തന്നെ നോളജ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇൻഡെപ്ത് നോളജ്. അതാണ് സവികൽപക അല്ലെങ്കിൽ ഡിറ്റർമിനേറ്റ്. ഇൻഡിറ്റർമിനേറ്റ്, നിർവികൽപക എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യത്തിന്റെ ഫീച്ചേഴ്സ് ഒന്നും അറിയുന്നതിന് മുന്നേ അതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവും, ആ ഒരു അറിവുകൾ, അതിനെയാണ് നമ്മൾ എന്താ പറയാ, നിർവികൽപക. ദെൻ സവികൽപക എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഫീച്ചേഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ആ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഡ്രൈവിങ്ങിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ ഗൈസ്? ഓക്കെ, ഇനി ലൗകിക ആൻഡ് അലൗകിക എന്താന്ന് നോക്കാം. ഓക്കെ, ലൗകിക എന്ന് പറയുന്നത് നമ്മള് നേരത്തെ പറഞ്ഞില്ലേ, ഈ ഡയറക്റ്റ് പെർസെപ്ഷന്റെ സെയിം ആണ് ലൗകിക ഇത് വരുന്നത്. ഞാൻ പറഞ്ഞു ചെറിയ കണക്ഷൻ ഒക്കെ ഉണ്ടാവും, എന്നാലും ഇതിങ്ങനെ കാറ്റഗറൈസ് ചെയ്തുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കണം. ലൗകിക മീൻസ് വേർഡ്ലി ഓർ കോമൺ. ദിസ് റെഫേഴ്സ് നോർമൽ സെൻസറി പെർസെപ്ഷൻ ത്രൂ 5 സെൻസസ്. ഈ 5 സെൻസിലൂടെയും നമ്മൾ സൈറ്റ്, ഹിയറിംഗ്, ടച്ച്, ടേസ്റ്റ് ആൻഡ് സ്മെൽ, ഇതിലൂടെയൊക്കെ കിട്ടുന്ന പെർസെപ്ഷനെ അല്ലെങ്കിൽ അറിവുകളെ നമ്മൾക്ക് ലൗകിക എന്ന് പറയും. എക്സാമ്പിൾ സീയിങ് എ ട്രീ, ഹിയറിംഗ് എ ബെൽ, സ്മെല്ലിംഗ് എ ഫ്ലവർ എക്സെട്ര. ഇതൊക്കെ നമുക്ക് ലൗകിക, പ്രത്യക്ഷ, ഓർഡിനറി, വേർഡ്ലി പെർസെപ്ഷൻ ഒക്കെ പറയും. ഇനി അലൗകിക പ്രത്യക്ഷ, എക്സ്ട്രാ ഓർഡിനറി ഓർ സൂപ്പർ നോർമൽ പെർസെപ്ഷൻ. അലൗകിക മീൻസ് അതർ വേർഡ്ലി, എക്സ്ട്രാ ഓർഡിനറി, ബിയോണ്ട് നോർമൽ സെൻസ് എക്സ്പീരിയൻസ്, ഇതൊക്കെ പറയട്ടോ. ഇത് 3 തരത്തിലുണ്ട്. ഇതെന്താണെന്നുള്ളത് അലൗകിക. ദിസ് ഇൻവോൾവ് സ്പെഷ്യൽ ഓർ നോൺ ഓർഡിനറി പെർസെപ്ഷൻ നോട്ട് അറൈസിംഗ് ഡയറക്റ്റ് സെൻസറി കോണ്ടാക്ട് ഇൻ എ യൂഷ്വൽ വേ. ഇത് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ നിന്ന് കിട്ടുന്ന ഒരു പെർസെപ്ഷൻ അല്ല, ഒരു അറിവല്ല. അതിനെ 3 വിധത്തിലുണ്ട്. അത് 3 എന്താന്ന് പറയാം. അപ്പൊ ഓരോന്നും സബ് കാറ്റഗറൈസേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ മാറരുത്. ലൗകിക ആൻഡ് അലൗകിക നമ്മുടെ പെർസെപ്ഷന്റെ കാറ്റഗറൈസേഷൻ ആണ്. പെർസെപ്ഷൻ ഉള്ളത് പ്രമാണാസിന്റെ ഫസ്റ്റത്തെ കാറ്റഗറൈസേഷൻ ആണ്. ഇനി ലൗകിക എന്ന് പറഞ്ഞാല് നോർമൽ, നമ്മുടെ നോർമൽ സെൻസറി ഓർഗൻ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന അറിവുകൾ. അലൗകിക എന്ന് പറയുമ്പോൾ നോർമൽ അല്ല എന്ന് പറഞ്ഞു. ഇനി അതിന്റെ 3 ടൈപ്സ് ഓഫ് അലൗകിക ഉണ്ട്. ഒന്ന് എന്താണ്? സാമാന്യ ലക്ഷണ പ്രത്യക്ഷ, പെർസെപ്ഷൻ ഓഫ് യൂണിവേഴ്സൽ. അതായത് ഇതിന്റെ ഒക്കെ ഒരു ഈ പെർസെപ്ഷൻ ഓഫ് യൂണിവേഴ്സൽസ് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താണ് ഓപ്ഷൻസ് ഇത് 3 തരും. പെർസെപ്ഷൻ ഓഫ് യൂണിവേഴ്സൽ ഏതാണെന്ന് വെച്ചാൽ അതെന്താന്ന് വെച്ചാൽ റെക്കഗ്നൈസ് പോട്ട്നെസ് ഇൻ ഡിഫറെന്റ് പോട്ട്സ്. പെർസെപ്ഷൻ ഓഫ് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പോട്ട്, പലതരത്തിലുള്ള പോട്ടുകളും നമുക്ക് ശരിക്കും പോട്ട് എന്താണെന്ന് അറിയില്ല. ഇതാണ് യൂണിവേഴ്സൽസ് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരുപാട് പോട്ടുകൾ ഉണ്ട്, നമുക്ക് ശരിക്കും എന്താണ് പോട്ട് എന്ന് അറിയില്ല നമുക്ക്. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള പോട്ടുകളും ഒരുമിച്ച് കണ്ടിട്ട് നമ്മൾ ഒരു ധാരണ ഉണ്ടാക്കാണ്. ഇങ്ങനെ ഇത്രയും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പോട്ടാണ് ഇത്, ഒരു പാത്രം ഇതുപോലുള്ള ഒരു പോട്ട് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യാ പറയുന്നത്, പെർസെപ്ഷൻ ഓഫ് യൂണിവേഴ്സൽ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളൊരു കോൺസെപ്റ്റ് കണ്ടു. നമുക്ക് ആക്ച്വലി ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ നമ്മൾ ഒരുപാട് അതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണ്. അതാണ് ഈ പെർസെപ്ഷൻ ഓഫ് യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. അതായത് അതിന്റെ എല്ലാ സ്വഭാവങ്ങളും നമ്മൾ യൂണിവേഴ്സൽ ആയിട്ട് പരിശോധിച്ചിട്ട് ഇതാണ് ഇതിന്റെ സെൻട്രൽ കോൺസെപ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
അതിനാണ് സാമാന്യ ലക്ഷണ പ്രത്യക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, പെർസെപ്ഷൻ ഓഫ് യൂണിവേഴ്സൽ, അതായത് ഒരുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ട് അതിന്റെ യുണീക് ഫീച്ചേഴ്സ് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്ത്, ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോട്ടിന്റെ കാര്യമാണെങ്കിൽ ഇപ്പോ മണ്ണിന്റെ പൊട്ടെടുത്ത്, ഗ്ലാസിന്റെ പൊട്ടെടുത്ത്, പിന്നെ വേറെ പ്ലാസ്റ്റിക്കിന്റെ പൊട്ടെടുത്തോ, ഇങ്ങനെ എല്ലാ പോട്ടുകളും നമ്മൾ പരിശോധിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം, യെസ് ഇതാണല്ലേ പോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, പെർസെപ്ഷൻ ഓഫ് യൂണിവേഴ്സാലിറ്റി, അതിന്റെ ഒരു യൂണിവേഴ്സാലിറ്റി നമ്മൾ ഇപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ അറിയുമ്പോൾ നമ്മൾ ഒരുപാട് ഒരുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ് എന്നുള്ളത് നമ്മളൊരു സെൻട്രൽ ഐഡിയയിൽ എത്തുകയാണ്. അതിനാണ് എന്താ പറയുക, സാമാന്യ ലക്ഷണ പ്രത്യക്ഷ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഇതായിരിക്കും ഇത്രയും നേരം പറഞ്ഞതിൽ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇതേ ഉള്ളൂ. മനസ്സിലായിട്ടുണ്ടോ സാമാന്യ ലക്ഷണ പ്രത്യക്ഷ എന്താന്ന് പറഞ്ഞാല്? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കോ എന്താണ് സാമാന്യ ലക്ഷണ പ്രത്യക്ഷ. ഗൈസ് മനസ്സിലായിട്ടില്ലേ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയോ, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ ഗസ്, ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഒരു 2 minutes. ഓക്കെ, സാമാന്യ ലക്ഷണ പ്രത്യക്ഷ എന്ന് പറയുമ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ ക്ലിയർ ആയിരുന്നല്ലോ അല്ലെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതായത് നമ്മൾ ഒരു കാര്യത്തെ കുറിച്ചുള്ള അറിവ് നമ്മൾ യൂണിവേഴ്സൽ, അതിന്റെ ഒരു യൂണിവേഴ്സാലിറ്റി നമ്മൾ മനസ്സിലാക്കുക. ഒരുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ശരിക്കും പോട്ട് എന്നുള്ളൊരു സംഭവം, പോട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു പാത്രം, അത് എന്താന്ന് ശരിക്കും നമ്മൾ അറിയില്ല എന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് നമ്മൾ അങ്ങനെ ഒരുപാട് എന്താണ് ഇതുപോലെയുള്ള പോട്ട്നെസ് എന്താണ് കാണാണ്. പോട്ടുകൾ ഇങ്ങനെ ഗ്ലാസിന്റെ കണ്ടു, മണ്ണിന്റെ കണ്ടു, പ്ലാസ്റ്റിക്കിന്റെ കണ്ടു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരുപോലത്തെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതാണല്ലേ ഇങ്ങനെ പാത്രം എന്ന് പറഞ്ഞ ഒരു സംഭവം, അല്ലെങ്കിൽ ഈ പോട്ട് എന്ന് പറഞ്ഞ സംഭവം ഇതാണല്ലേ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. ഒരു എന്താണ് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് അതിന്റെ ഒരു എന്താണ് സിമിലർ ഫീച്ചേഴ്സ് എടുത്തിട്ട് ഇതാണല്ലേ ആ ഒരു കോൺസെപ്റ്റ് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തുക. ഇപ്പൊ ഞാൻ എന്താണ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇത് പറഞ്ഞില്ലേ, ഇപ്പൊ ഡിഫറെന്റ് കോൺസെപ്റ്റ്, നമുക്ക് ആ സെൻട്രൽ കോൺസെപ്റ്റ് അറിയാത്തൊരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞുതരാൻ ആരുമില്ല എന്ന് വിചാരിച്ചോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സിമിലർ ആയിട്ടുള്ള ഒരുപാട് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, എല്ലാത്തിൽ നിന്നും മനസ്സിലാക്കും എന്താണ് ഇതിന്റെ. അപ്പോൾ സിമിലർ ഫീച്ചേഴ്സ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നിന്നും കിട്ടിയിട്ട് നമ്മൾ അവസാനം ഇതാണല്ലേ ഇതിന്റെ ഒരു ഐഡിയ എന്നുള്ള ഒരു രീതിയിലേക്ക്, ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തില്ലേ. അതിനാണ് സാമാന്യ ലക്ഷണ പ്രത്യക്ഷ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു എന്താണ് എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ വിവിധ തരത്തിലുള്ള പോട്ടുകളെ നമ്മൾ കണ്ടിട്ട് അതിൽ നിന്ന് എന്താണ് പോട്ട്നെസ്, എന്താണ് പാത്രം എന്നുള്ള ഒരു എന്താണ് സാധനം എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്ന നോളജുകളെയാണ് സാമാന്യ ലക്ഷണ പ്രത്യക്ഷ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? ഇനി ജ്ഞാന ലക്ഷണ പ്രത്യക്ഷ. പെർസെപ്ഷൻ ഡ്യൂ ടു മെന്റൽ അസോസിയേഷൻ ഓർ പാസ്റ്റ് നോളജ്. അതായത് നമ്മൾ എന്തെങ്കിലും പാസ്റ്റ് നോളജോ മെന്റൽ അസോസിയേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന. അതായത് ഇപ്പൊ സീയിങ് ഫയർ വൺ സീയിങ് സ്മോക്ക് ഡ്യൂ ടു പ്രീവിയസ് എക്സ്പീരിയൻസ്. അതായത് നമ്മളൊരു എന്താണ് സ്മോക്ക് കണ്ടാല്, നമുക്ക് എവിടുന്നോ ഒരു പുക വരുന്നത് കണ്ടാൽ നമ്മൾ എന്തോ മനസ്സിലാക്കും, അവിടെ ഒരു ഫയർ, ഒരു തീ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ആക്ച്വലി നമ്മളവിടെ തീ കാണുന്നില്ല,
കുറെ ദൂരെ നിന്ന് അവിടെ തീ കത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ പുക സ്മോക്ക് മാത്രം കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. ആക്ച്വലി സ്മോക്ക് ഉണ്ടെങ്കിൽ ഫയർ ഉണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പറയാ, മുന്നേ നമ്മൾ തീ കത്തിച്ചപ്പോ സ്മോക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കും എന്താണ്, സ്മോക്ക് ഉണ്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫയർ ഉണ്ടായിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യും, നമ്മൾ മുന്നേ ഉള്ള ഒരു പാസ്റ്റ് നോളജ് ആണ് നമുക്കത്. അതായത് മുന്നേ നമ്മൾ കത്തിച്ചപ്പോ ഇങ്ങനെ പുക വന്നിരുന്നു, അവിടെ കത്തിച്ചപ്പോ പുക വന്നിരുന്നു. അപ്പൊ അത് നമ്മള് ഒരു പാസ്റ്റ് നോളജ്, അതിനാണ് ജ്ഞാന ലക്ഷണ പ്രത്യക്ഷ എന്ന് പറയാം. ഇതൊന്നും എന്താണ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഓരോന്നിലും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുമെന്ന് ചോദിച്ചാല് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് കറക്റ്റ് PYQ ആയിരുന്നോ വേറെ എന്തെങ്കിലും OMR ആയിരുന്നോ എന്ന് എനിക്ക് ക്ലിയർ അല്ല. അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാ വെച്ചാല് ഈ പെർസെപ്ഷൻ ഓഫ് യൂണിവേഴ്സൽ ഏതിന്റെ ആയിരുന്നു എന്നുള്ള അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ യോഗജ തേർഡ് വൺ, അലൗകികയുടെ മൂന്നാമത്തേതും. അലൗകികന്റെ കാറ്റഗറൈസേഷൻ ആണ് ഈ മൂന്നെണ്ണം എന്നെങ്കിലും നിങ്ങൾ മിനിമം ഓർത്തിരിക്കണം കേട്ടോ. യോഗജ പ്രത്യക്ഷ എന്ന് പറയുന്നത് സൂപ്പർ സെൻസറി പ്രഷർ അക്കേർഡ് ത്രൂ യോജിക് അല്ല കേട്ടോ ഗൈസ്, ലോജിക് ആണ്. അവിടെ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ലോജിക് ഡിസിപ്ലിൻ ഓർ മെഡിറ്റേഷൻ, അതായത് എ യോഗി പെർസീവ് സബ്റ്റൽ റിയാലിറ്റീസ്, അതായത് യോഗികളൊക്കെ എന്താണ് മുൻകൂട്ടി പ്രവചിക്കില്ലേ, അതിനാണ് യോഗജ പ്രത്യക്ഷ എന്ന് പറയാ. അതും ഒരു അറിവല്ലേ. നമ്മളെ ഈ എന്താണ് മുനിമാര് എന്താണ് പിന്നെ അങ്ങനത്തെ ആളുകളൊക്കെ ഇല്ലേ, അതായത് ഭാവി പ്രവചിക്കുന്ന ആളുകള്, പിന്നെ എന്താണ് നമ്മളെ എന്താണ് അവര് പറയാ, ഹിന്ദുസിന്റെ ഒക്കെ ഓക്കെ അങ്ങനത്തെ ആളുകളല്ലേ ഭാവി പ്രവചിക്കുന്ന ആളുകള്, അങ്ങനത്തെ ആളുകള് ഉള്ള ആ ഒരു സൂപ്പർ സെൻസറി പെർസെപ്ഷൻ ആണ്. അതായത് നമ്മള് എന്താണ് സിക്സ്ത് സെൻസ് കൊണ്ട് ആണ് അവര് കാണുക, അവര് എന്താണ് അവര് കാര്യങ്ങൾ മനസ്സിലാക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് യോഗയ്ക്ക് പ്രത്യക്ഷ എന്ന് പറയാറ്. അതായത് മറിഞ്ഞ കാര്യങ്ങൾ പറയുന്ന ആളുകളില്ലേ, അതും ഒരു നോളജ് ആണല്ലോ, അതിനെയാണ് നമ്മള് യോഗജ പ്രത്യക്ഷ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ ഗൈസ്? ഇതിൽ ഈ അലോകിയയിലാണ് പിന്നെയും കുറച്ച് കൺഫ്യൂഷൻ വരാനുള്ളൂ. അതിലും സാമാന്യ ലക്ഷണത്തെ തന്നെ ഉള്ളൂ കുറച്ചൊരു കൺഫ്യൂഷൻ, ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. ലോകിയ അലോകിയ, നിർവികൽപ്പൻ, സവികൽപ്പക, ഡയറക്റ്റ് പെർസെപ്ഷൻ, റിമെമ്പേർഡ് പെർസെപ്ഷൻ, ഇതൊക്കെ പെർസെപ്ഷന്റെ അല്ലെങ്കിൽ പ്രത്യക്ഷയുടെ കാറ്റഗറൈസേഷൻ ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, രണ്ടാമത്തെ നമ്മുടെ പ്രമാണയാണ് അനുമാന, ഇൻഫറൻസ്. ഇത് നമ്മൾ ഇൻഫറൻഷ്യൽ പ്രോസസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെസ്റ്റേൺ ലോജിക്കിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അനുമാന എന്ന് പറയുന്നത്. അതായത് രണ്ട് പ്രിമൈസ് അല്ലെങ്കിൽ പ്രിമൈസിൽ നിന്നൊരു കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുത്ത് അത് ഇന്ത്യൻ ലോജിക്കിലേക്ക് നേരെ അപ്ലൈ ചെയ്യാം. ഇതാണ് അനുമാനയിൽ നടക്കുന്നത്, ഇൻഫറൻസിൽ. അതായത് നമുക്ക് തന്നിട്ടുള്ള എന്താണ് പിന്നെ ഒന്നോ രണ്ടോ എന്താണ് പ്രിമൈസുകൾ ഉണ്ടാവും, അതിൽ നിന്നൊരു കൺക്ലൂഷൻ നമ്മൾ അതിൽ നിന്ന് വേറെ അങ്ങോട്ട് നോക്കുന്നില്ല, എന്നെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നും നോക്കുന്നില്ല, നമുക്ക് തന്നിരിക്കുന്ന എന്താണ് പ്രിമൈസുകളിൽ നിന്ന് അല്ലെങ്കിൽ പ്രപ്പോസിഷനിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്തെടുത്തിട്ട് അങ്ങനെയും നമുക്ക് നോളജ് കിട്ടും. അത് ഇന്ത്യൻ ലോജിക്കിലും ഉണ്ട്, വെസ്റ്റേൺ ലോജിക്കിലും മാത്രമല്ല, അങ്ങനെയും നമുക്ക് നോളജ് കിട്ടും. അങ്ങനെ കിട്ടുന്ന നോളജുകൾക്കാണ് അനുമാന അല്ലെങ്കിൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, in Anumana, information is not receiver as it is rather it is based on the deduction or what is inferred. അതായത് ഇത് നമുക്ക് റിസീവ് ചെയ്യുന്നതോ ഒന്നുമല്ല, ഇതെന്താണ് ഡിഡക്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് പ്രിമൈസുകളിൽ നിന്ന് ഇൻഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ റീസൺ ചെയ്തിട്ട് എടുക്കുന്ന ഒരു നോളജ്, അതിനെയാണ് നമ്മൾ അനുമാന എന്ന് പറയുന്നത്. അനു മീൻസ് ആഫ്റ്റർ ആൻഡ് മാന മീൻസ് നോളജ്. പ്രീവിയസ് നോളജ് ഇസ് നോട്ട് ലിംഗ ആൻഡ് ഇന്ത്യൻ ലോജിക് ആൻഡ് ഇൻഫറൻസ് ഇസ് നോൺ ആസ് ലിംഗ. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് പ്രീവിയസ് നോളജിനെ പ്രിമൈസുകളൊന്നും അതിൽ നിന്ന് കൺക്ലൂഷൻ ചെയ്തെടുക്കുന്നതിനെ നമ്മള് പിന്നെ കൺക്ലൂഷൻ എന്നൊന്നും പറഞ്ഞിരുന്നു അല്ലെ, റീസൺ ചെയ്തെടുക്കുന്നതിനെ കൺക്ലൂഷൻ എന്ന് പറയും. ഇവിടെ നമ്മള് പ്രിമൈസുകളെ ലിംഗ അല്ലെങ്കിൽ നമ്മൾ എന്താണ് പ്രീവിയസ് നോളജ് നമുക്ക് തന്നിരിക്കുന്ന പ്രിമൈസ് അതിനെ ലിംഗ എന്നും എന്താണ് കിട്ടുന്ന കൺക്ലൂഷനെ നമ്മൾ ലിംഗി എന്നുമാണ് അനുമാനയിൽ, അതായത് ഇന്ത്യൻ ലോജിക്കിൽ നമ്മൾ പറയാം. ഇനി നോക്കൂ, ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവേഷൻ, ദർ ഈസ് സ്മോക്ക് ഓൺ ദ ഹിൽ. നമ്മൾക്ക് തന്നിരിക്കുന്ന പിന്നെ ഒരു ഒബ്സർവേഷൻ ആണ് അല്ലെങ്കിൽ ഒരു പ്രിമൈസ് ആണ് എന്താണ് സ്മോക്ക് ഓൺ ദ ഹിൽ. നമ്മൾ എന്ത് കാണുന്നുണ്ട്, ഹില്ലില് എന്തുണ്ട്, ഒരു പുകയുണ്ട്. അതിന്റെ യൂണിവേഴ്സൽ റൂൾ എന്താണ്, wherever there is smoke there is a fire based on past knowledge. നമ്മൾ നേരത്തെ പറഞ്ഞു, പാസ്റ്റ് നോളജിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ
നമുക്കൊരു നോളജ് ഉണ്ട് അല്ലെ, പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് നോളജ്, അതായത് എവിടെ സ്മോക്ക് ഉണ്ടോ, നമ്മൾ സ്മോക്ക് ഒരു എന്താണ് മലയിൽ ഒരു ഹില്ലിൽ നമ്മൾ ഇവിടെ താഴെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ സ്മോക്ക് കാണാണ്. അപ്പോ അതിന്റെ യൂണിവേഴ്സൽ റൂൾ എന്താണ്? wherever there is smoke there is a fire. എവിടെയൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടെ ഫയർ ഉണ്ടാവും എന്നുള്ളത് നമ്മളെ അടുത്ത് ആൾറെഡി ഉള്ള ഒരു നോളജ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താണ് കൺക്ലൂഷൻ ചെയ്തെടുക്കുന്നത്? therefore there is a fire on the hill. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ അനുമാന വഴി അല്ലെങ്കിൽ ഇൻഫറൻസ് വഴി നമ്മൾ എന്താണ് ഡിഡക്ട് ചെയ്ത് റീസൺ ചെയ്തെടുത്ത ഒരു കൺക്ലൂഷൻ ആണ് എന്ത്? ആക്ച്വലി നമ്മൾ ഇവിടുന്ന് നോക്കിയ മലയിൽ ഫയർ നമ്മൾ കാണുന്നില്ല, നമ്മൾ സ്മോക്ക് മാത്രമേ കാണുന്നുള്ളൂ. അതും അപ്പോ അവിടെ ഒരു നമ്മൾ എന്താണ് പ്രീവിയസ് നോളജ് വഴി നമുക്ക് സ്മോക്ക് കണ്ടാൽ അവിടെ ഫയർ ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു നോളജ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മളൊരു ഇൻഫർ ചെയ്തിട്ട് ഒരു നോളജ് എടുക്കുകയാണ് എന്താണ് ആ ഹില്ലില് ഫയർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതും എന്താണ് ഒരു നോളജ് ആണ് അല്ലെ, അങ്ങനെ ഒരു നോളജ് നമുക്ക് കിട്ടും. അപ്പൊ അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന, അതായത് കിട്ടുന്ന പ്രിമൈസുകളിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്തെടുക്കുകയാണ്. ഇതിനാണ് നമ്മൾ എന്ത് അനുമാന അല്ലെങ്കിൽ ഇൻഫറൻസ് വഴി നമുക്കൊരു നോളജ് കിട്ടും. അതായത് ഈ നമ്മളിപ്പോ പറയുന്നത് പ്രമാണാസുകളാണ്. പ്രമാണാസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വഴികളിൽ നമുക്ക് നമ്മുടെ ലോകത്തെ കുറിച്ചുള്ള ഈച്ച് ആൻഡ് എവരി എന്താണ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫിനോമിന അല്ലെങ്കിൽ എന്ത് പ്രതിഭാസത്തെ കുറിച്ചുള്ള നോളേജുകൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് എന്നാണ് ഈ പ്രമാണാസ് വഴി പറയുന്നത്. അപ്പൊ പ്രത്യക്ഷ വഴിയുള്ള ഏത് വിധത്തിലൊക്കെ നോളജ് കിട്ടും നമ്മൾ പറഞ്ഞു. ഒരുപാട് കാറ്റഗറൈസേഷൻ വഴി ഇതുവഴിയൊക്കെ നമുക്ക് പ്രത്യക്ഷ വഴി അല്ലെങ്കിൽ പെർസെപ്ഷൻ വഴി നോളജ് കിട്ടും നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പൊ പറയുന്നത് അനുമാന വഴി നമുക്ക് എങ്ങനെയാണ് നോളജ് കിട്ടുന്നത്. അതായത് നമ്മൾ ഒരു സ്മോക്ക് കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മുന്നേ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്, പാസ്റ്റ് നോളജ് ഉണ്ട്, അവിടെ ഒരു സ്മോക്ക് കണ്ടാൽ അവിടെ ഫയർ ഉണ്ടാവും എന്നുള്ള ഒരു നോളജ് നമുക്ക് ആൾറെഡി ഉള്ളത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു റിസൾട്ട് നമ്മളൊരു കൺക്ലൂഷൻ എടുക്കുകയാണ് എന്താണ് there is a fire on the hill. അതുകൊണ്ട് തന്നെ ആ ഹില്ലിൽ ഫയർ ഉണ്ട്, അതൊരു നോളജ് അല്ലേ. പത്രത്തിൽ നമുക്ക് കിട്ടുന്ന നോളജുകൾക്കാണ് നമ്മൾ അനുമാന അല്ലെങ്കിൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഓക്കെ അല്ലേ? എത്രയും പറഞ്ഞതിൽ പ്രത്യക്ഷയിലോ അനുമാനയിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോ ഇനി അടുത്തത് ഉപമാന. മൂന്നാമത്തതാണ് ഉപമാന. ഉപമാന ഈസ് സംസ്കൃതി വേർഡ് ദാറ്റ് മീൻ കമ്പാരിസൺ ഓർ റിസംബ്ലൻസ്. കമ്പാരിസൺ, അതായത് കമ്പാരിസൺ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപമിക്കുക, അങ്ങനെയൊക്കെ ഓർമ്മിച്ച് വെച്ചാൽ മതി. അതായത് ഉപമാന, ഉപമിക്കുക, കമ്പാരിസൺ, ഒന്ന് മറ്റൊന്നിനെ ഉപമിക്കുക. അതായത് നമുക്ക് ഒരു കാര്യത്തെ കുറിച്ചുള്ള നോളജ് അറിയില്ല. ഇപ്പോ എന്താ പറയാ, ഇതിലൊരു എക്സാമ്പിൾ നോക്കൂ. ഉപമാന is association of something previously unknown by virtue of its similarity of something that's, അതായത് നോൺ ആയിട്ടുള്ള അറിയുന്ന ഒരു കാര്യത്തിലെ ഫീച്ചേഴ്സ് സെയിം ഫീച്ചേഴ്സ് മറ്റൊരു അറിയാത്തൊരു കാര്യത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫീച്ചേഴ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇത് തന്നെയാണ് അത് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തൂല. അപ്പൊ അവിടെ മറ്റേ അറിയാത്തതിനെ കുറിച്ച് നമുക്കൊരു നോളജ് കിട്ടിയല്ലോ. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോളജുകൾ കിട്ടും. അതിനാണ് ഉപമാന എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, വി ടെൽ എ സിറ്റി മാൻ ദാറ്റ് വൈൽഡ് കൗ ഈസ് ആൻ ആനിമൽ ലൈക്ക് എ കൗ. നമ്മളൊരു സിറ്റി മാൻ, അതായത് നഗരത്തിൽ ജീവിക്കുന്ന ഒരാളോട്, അയാൾക്ക് ശരിക്കും കൗ എന്താണ്, വൈൽഡ് കൗ എന്താണ് എന്നീ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അതിന്റെ ഒരു വ്യത്യാസം അറിയില്ല. അപ്പൊ നമ്മൾ അയാളോട് പറയാണ് വൈൽഡ് കൗ എന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടിൽ കാണുന്ന കൗവിന്റെ ഒക്കെ പോലെ തന്നെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അയാളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലേറ്റർ ഓൺ വെൻ ഹി സീസ് ദ ആനിമൽ ഇൻ ദ ഫോറസ്റ്റ്, അപ്പൊ അങ്ങനെ ഈ വൈൽഡ് സിറ്റി മാനോട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മുന്നേ. പിന്നെ ആനിമൽ, ഈ മനുഷ്യനെ ഫോറസ്റ്റിൽ വെച്ചിട്ട് ഒരു അനിമലിനെ കാണാണ്. അപ്പൊ ഈ അനിമലിനെ കാണുമ്പോ ആക്ച്വലി ഇയാൾക്ക് ഇതൊരു വൈൽഡ് കൗ ആണ് എന്നുള്ളത് അപ്പൊ അറിയില്ല. പക്ഷെ അയാൾക്ക് മുന്നേ ഉള്ള ഒരു വൈൽഡ് കൗവിന്റെ ഫീച്ചേഴ്സ് ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കൗ, സാധാ നാട്ടിലെ കൗവുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് മനസ്സിലായ ഇതാണല്ലേ വൈൽഡ് കൗ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അയാൾക്ക് അപ്പൊ അവിടെ കിട്ടി. അതായത് ഒന്ന് മറ്റൊന്നിനോട് കമ്പയർ ചെയ്തത്. ആക്ച്വലി കൗ എന്നുള്ളതിന്റെയാണ് മൂപ്പർക്ക് ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ കൗ എന്നുള്ളതിന്റെ ഫീച്ചേഴ്സുകൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അയാൾക്ക് മനസ്സിലായി ഇതാണ് വൈൽഡ് കൗ എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അയാൾ എത്തും. അല്ലെങ്കിൽ വേറെ ഏതും നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഒന്ന് മറ്റൊന്നിനോട് കമ്പയർ ചെയ്തിട്ട് ഒരു നോളജ് കിട്ടില്ലേ. അതിനാണ് നമ്മൾ ഉപമാന എന്ന് പറയുന്നത്.
ഓക്കെ, നമുക്ക് ഒരു അറിയുന്ന ഒരു കാര്യം, അറിയാത്തൊരു കാര്യം, അറിയുന്ന ഒരു കാര്യത്തിന്റെ സിമിലർ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് റിലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ പഠിക്കും. അതിന് തന്നെയാണ് കമ്പയർ ചെയ്തിട്ട് നമുക്കൊരു നോളജ് കിട്ടുക. അതിന് തന്നെയാണ് ഉപമാന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശബ്ദ, വെർബൽ ടെസ്റ്റിമണി. ഇത് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ നോളജ് ഡിറൈവ് ഫ്രം ദ വേർഡ് ഏതർ റിട്ടൺ ഓർ ഓറൽ ബട്ട് ഇറ്റ് ഹാസ് കം ടു ഫ്രം ആൻ ഒതന്റിക് സോഴ്സ് ഓഫ് ട്രസ്റ്റ്വർത്തി പേഴ്സൺ. അതായത് നമ്മൾ എന്താണ് വെർബൽ ടെസ്റ്റിമണി അല്ലെങ്കിൽ ശബ്ദ എന്ന് പറയുന്നത് മുന്നേ ഇപ്പോ നമുക്ക് നമ്മളാലേക്കും നമ്മളെ ഖുർആന് അല്ലെങ്കിൽ ഹദീസ് ഇതൊക്കെ എന്താണ് നമുക്കൊരു വെർബൽ ടെസ്റ്റിമണിയാണ്. എന്താണ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ. ഇപ്പൊ ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആയിട്ടുള്ള റസൂലിന്റെ വാക്കുകളാണല്ലോ. അപ്പൊ അതെന്താണ് പിന്നെ നമുക്കൊരു വെർബൽ ടെസ്റ്റിമണി, ശബ്ദ അല്ലെങ്കിൽ ശബ്ദ വഴി കിട്ടുന്ന നോളജുകളാണ്. അല്ലെങ്കിൽ എന്താണ് ഓറൽ ഓർ റിട്ടൺ ചെയ്തിട്ട് ഇപ്പൊ ഖുർആനൊക്കെ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള എന്താണ് റിട്ടൺ ചെയ്തിട്ടുള്ള എന്താണ് ഒരു നോളജുകളാണ്. ഇനി ഓറൽ ആയിട്ടുള്ളതും ഉണ്ടാവാം, അങ്ങനത്തെ നോളജുകളുണ്ട്. പക്ഷെ എന്താണ് സോഴ്സ്, ഒതന്റിക് സോഴ്സും ട്രസ്റ്റ്വർത്തി പേഴ്സണിൽ നിന്നും ആയിരിക്കണം. അങ്ങനെയുള്ളതും നമുക്ക് നോളജുകളാണ്. ഓക്കെ, ഇറ്റ് ഇസ് നോളജ് ഫ്രം ദ വേർഡ്സ് ഏതർ റിട്ടൺ ഓർ. ഇനിയിപ്പോ എന്താണ് ഇപ്പൊ നമ്മള് ഇപ്പോ ഇസ്ലാമിക് ആ ഒരു റിലേറ്റ് ചെയ്താ പറഞ്ഞു ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോ നമ്മളൊരു ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കോൺസെപ്റ്റ് തിയറീസുകളൊക്കെ നമുക്ക് എന്താണ് അവരിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, അവര് എഴുതി വെച്ചതോ അല്ലെങ്കിൽ അവർ പറഞ്ഞു വെച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ തിയറികളും ഓരോ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ്. അപ്പോ ആ തിയറികളൊക്കെ എന്താണ് പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോ ആളുകൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ എന്താണ് അവരൊരു ഒതന്റിക് സോഴ്സ് ആയിട്ട് നമുക്ക് അവരെ എന്താണ് ഒരു പിന്നെ അവരെ കണ്ടെത്താം. അപ്പൊ അങ്ങനത്തെയുള്ള സോഴ്സുകൾ നോളജുകൾക്ക് ശബ്ദ അല്ലെങ്കിൽ വെർബൽ ടെസ്റ്റിമണി എന്ന് പറയുന്നത്. ഓക്കെ, ദ 4th സ്റ്റെപ്പ് ഇൻ ഗെയിനിങ് വാലിഡ് നോളജ് ത്രൂ ശബ്ദ. ആപ്ത കാരണ ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാൽ ജസ്റ്റ് എന്താണ് നിങ്ങൾ ശബ്ദ വഴി എന്താണ് പിന്നെ 4 സ്റ്റെപ്സ്, ഇത് ജസ്റ്റ് ഇതിന്റെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാട്ടോ. കണ്ടിട്ടൊന്നുമില്ല ക്വസ്റ്റ്യനില്, പക്ഷെ ഇൻഡെപ്ത് ആയിട്ട് ഈ ഒരു ലോജിക്കൽ റീസണിങ്ങിൽ ചോദിക്കാൻ എന്താണ് പാകമുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാല് നമ്മള് ഇന്ത്യൻ ലോജിക് ആയതുകൊണ്ട് എന്താണ് ചോദിക്കില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല. കുറച്ചെങ്കിലും ഒരു നമ്മളെ സിലബസിൽ നിന്ന് വിട്ട് ചോദിക്കുന്നത് ഇന്ത്യൻ ലോജിക്കിൽ നിന്നാണ്. അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ദ 4th സ്റ്റെപ്പ് ഇൻ ഗെയിനിങ് വാലിഡ് നോളജ് ത്രൂ ശബ്ദ വഴി ആ ഒരു സ്റ്റെപ്പിന്റെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കട്ടെ. ആപ്ത, കാരണ, അഭ്യാസ, വ്യാപാര. അതെന്താന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇറ്റ് മസ്റ്റ് ബി ട്രസ്റ്റ് വർത്തി പേഴ്സൺ, ഒരു ട്രസ്റ്റ് വർത്തി പേഴ്സണിൽ നിന്നായിരിക്കണം, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളിൽ നിന്നുള്ള എന്താണ് കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള നോളജ്. അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നേ ഈ സയന്റിസ്റ്റുകളല്ലാത്ത ആരെങ്കിലും ഒരാൾ മുന്നേ ഒരു തിയറി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളത് വിശ്വസിക്കില്ല. പക്ഷെ അവര് എക്സ്പീരിയൻസിലൂടെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് എന്താണ് അത് പ്രൂവൻ ചെയ്ത തിയറികൾ ആണ് നമ്മൾ വിശ്വസിക്കുള്ളൂ. അതാണ് ഒരു വാലിഡ് നോളജ് ആയിട്ട് നമ്മൾ വിശ്വസിക്കുള്ളൂ. പിന്നെ കാരണം ദർ ഇസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി മീനിങ് ഓഫ് ദ വേർഡ്സ്. അതായത് എന്താണ് ഓരോ വേർഡ്സിന്റെ മീനിങ് പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ നോളജ് കണ്ടെത്താൻ പറ്റും. പിന്നെ എന്താണ് അഭ്യാസം എന്ന് പറയുന്ന നോളജ് ഓഫ് വേർഡ്സ്, മെമ്മറൈസ് ദ വേർഡ്സ്, വേർഡ്സുകൾ ഒരുപാട് പഠിച്ചിട്ട് നമുക്ക് നോളജ് കണ്ടെത്താൻ പറ്റും. അതിനാണ്. പിന്നെ വ്യാപാരം, അണ്ടർസ്റ്റാൻഡിങ് വേർഡ്സ് ത്രൂ ദർ ഫംഗ്ഷൻ, അതായത് വേർഡ്സുകളുടെ ഫംഗ്ഷൻ, അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ വേർഡ്സുകളെ പഠിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോളജുകൾ കണ്ടെത്താൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഇതിന്റെ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക. അതാണ് ശബ്ദ അല്ലെങ്കിൽ വെർബൽ ടെസ്റ്റിമണി എന്ന് പറഞ്ഞാല്. അതായത് ഒരു ട്രസ്റ്റ് വർത്തി പേഴ്സണിൽ നിന്നോ ഒതന്റിക് സോഴ്സിൽ നിന്നോ മുന്നേ അവരെ എക്സ്പീരിയൻസിലൂടെ ഒക്കെ കണ്ടെത്തി വെച്ചിട്ടുള്ള അറിവുകള്, കാര്യങ്ങൾ, തിയറീസ്, കോൺസെപ്റ്റ് അല്ലെങ്കിൽ വിവിധ നോളജുകളൊക്കെ നമ്മൾ എന്താ പറയും, ശബ്ദ, വെർബൽ ടെസ്റ്റിമണി. ഇതൊക്കെ നമുക്കൊരു വാലിഡ് നോളജ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു അവര് ഓറൽ അല്ലെങ്കിൽ റിട്ടൺ ചെയ്ത് വെച്ചിട്ടുള്ള ബുക്കുകൾ നോക്കി കഴിഞ്ഞാല് അത് ഒതന്റിക് സോഴ്സിൽ നിന്ന് ആവണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് നോളജ് കിട്ടുന്ന ഒരു വഴിയാണ്. ആ നമുക്ക് നോളജ് കിട്ടുന്ന വഴികളെയാണ് ശബ്ദ അല്ലെങ്കിൽ വെർബൽ ടെസ്റ്റിമണി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതും അതുപോലെ തന്നെ നേരത്തെ ഇതുപോലെ പറഞ്ഞ പോലെ ഇത് ഏതോ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ സെന്റൻസ് ഈസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അറേഞ്ച് ഇൻ സെർട്ടൻ വേ. നമ്മൾ വെർബൽ ടെസ്റ്റിമണിയിലെ നമ്മൾ ഈ എന്താണ് സെന്റൻസിൽ ഗ്രൂപ്പുകൾ അറേഞ്ച് ചെയ്യുന്ന ഒരു ഓർഡർ, ഇത് എന്താന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഞാനൊരു ക്വസ്റ്റ്യനിൽ കണ്ടത് കൊണ്ട് മാത്രം അത് PYQ ആയിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ലെക്ചർ നോട്ടിൽ എഴുതി വെച്ചതായിരുന്നു. അപ്പൊ ഈ ഒരു ഓർഡർ ഈ ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കണം. എന്താ അകൻസ, യോഗ്യത, അസറ്റ്യൂർ, സന്നിധി, താല്പര്യം. അതായത് ഈ സെന്റൻസുകള് സെന്റൻസസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അറേഞ്ച്, എങ്ങനെയാണ് ഒരു സെന്റൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു പിന്നെ
ഒരു ഓർഡർ ആണ് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഇത് ഈ എന്താണ് ഓർഡർ തെറ്റിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് അസക്തി അല്ലെങ്കിൽ സന്നിധി തന്നിട്ട് പിന്നെ യോഗ്യത, പിന്നെ താത്പര്യ, പിന്നെ അകൻസ, ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഓർഡറിലാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ ജസ്റ്റ് ഇത് എന്താന്നുള്ളത്, ഇതിന്റെ ഒരു ഓർഡർ ഫസ്റ്റ് അകൻസയാണ്, പിന്നെ യോഗ്യത, അസക്തി ഓർ സന്നിധി, തേർഡ് വൺ താല്പര്യ. ഇതിന്റെ ഒരു ഓർഡർ മാത്രം ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. എല്ലാ വകേനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് എന്താന്ന് അറിയണം എന്നുള്ളവർക്ക് അത് ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ സിലബസിലൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടത് കൊണ്ട് മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിന്റെ വളരെ കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിന്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊന്നും ചോദിക്കൂല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സിലബസിന്റെ അപ്പുറത്തേക്ക്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്തേക്കുക കേട്ടോ. ഈ ഒരു ഓർഡർ ഫസ്റ്റ് വൺ അകൻസ, യോഗ്യത, അസറ്റ്, താല്പര്യ. ഓക്കെ ഓക്കെ ഇത് എന്താണെന്ന് അറിയണം എന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ട്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കുക. ഓക്കെ. ദെൻ ഫിഫ്ത്ത് നമ്മുടെ പ്രമാണമാണ് അർത്ഥപതി അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ. എന്താണ് ഇംപ്ലിക്കേഷൻ? ഇത്രയും ക്ലിയർ ആണോ ഗൈസ്? ഓക്കെ. ഒരു സിയാദ് മാത്രമേ ക്ലാസ്സിലുള്ളൂ. ബാക്കിയുള്ളവരൊന്ന് എന്തെങ്കിലും ഒരു കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. അർത്ഥപതി അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ എന്താ നോക്കാം. അർത്ഥപതി മീൻസ് പ്രിസംഷൻ ഓർ ഇംപ്ലിക്കേഷൻ. ഇറ്റ് റെഫേഴ്സ് ദ വേ ഇൻ വിച്ച് നോളേജ് ഡിറൈവ്ഡ് ഫ്രം എ സെറ്റ് ഓഫ് സർക്കംസ്റ്റൻസസ്. അതായത് ഒരു സർക്കംസ്റ്റൻസ്, അതിന്റെ ഒരു പരിസരം നിരീക്ഷിച്ച് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുക എന്നുണ്ടെങ്കിൽ അതാണ് ഇംപ്ലിക്കേഷൻ. സൂചന, നമുക്ക് അതിന്റെ എന്താണ് പരിസരം ഒരുപാട് സൂചനകൾ കിട്ടും അതിന്റെ ഒരു സർക്കംസ്റ്റൻസ് പരിശോധിച്ചാല്. അങ്ങനെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയാ, അർത്ഥപതി അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ എക്സാമ്പിൾ നോക്കൂ. എക്സാമ്പിൾ താഴേക്ക് നോക്കൂ. ദേവദത്ത ഇസ് ഫാറ്റ് ആൻഡ് ഡസ് നോട്ട് ഈറ്റിംഗ് ഡ്യൂറിങ് ദ ഡേ. നമ്മൾ പറയാം ദേവദത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഫാറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അവൻ എന്താണ് ഡ്യൂറിങ് ദ ഡേ ടൈമിൽ എന്ത് ചെയ്യുന്നില്ല, അവന് ഫുഡ് ഒന്നും കഴിക്കുന്നില്ല. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഒരു അസ്യൂം ചെയ്യുകയാണെന്ത്, ഹി മസ്റ്റ് ബി ഈറ്റിംഗ് ഡ്യൂറിങ് ദ നൈറ്റ്. അവൻ എന്ത് ചെയ്യാനുണ്ടാവും, നൈറ്റ് നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ ഇത്ര തടിക്കുവോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് അല്ലെ. ഫാറ്റ് ഉള്ള ഒരാള്, നല്ല തടിച്ചിട്ടുള്ള ഒരാളെ കാണുകയാണ്, പക്ഷെ അയാൾ എന്ത് ചെയ്യാണ്, പിന്നെ എന്താണ് ഡ്യൂറിങ് ദ ഡേ ടൈമിലൊന്നും അത്ര വലിയ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവന്റെ ഈ ഫാറ്റിന്റെ കാരണം അദ്ദേഹം രാത്രി നല്ലോണം ഭക്ഷണം അതാരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, നമ്മളാണ്ട് അസ്യൂം ചെയ്യാണ്. ആ ഒരു സർക്കംസ്റ്റൻസ്, ആ ഒരു സൂചനകൾ എന്താണ് അവനിൽ നിന്നുള്ള കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാണ് നമ്മള് പിന്നെ അസ്യൂം ചെയ്യാണ്. ഇപ്പൊ ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മള് പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ആക്ച്വലി അവൻ എവിടെയാന്ന് നമുക്കറിയുന്ന എന്താണ്, പിന്നെ അവന്റെ വീട്ടിൽ നമ്മൾ വിളിച്ചു നോക്കുമ്പോ ഇപ്പൊ ഇല്ല, അവൻ അവിടെ ഇല്ല. അപ്പൊ നമ്മൾ അറിയാൻ അവന് വേറെ എവിടെയെങ്കിലും ആയിരിക്കാം അല്ലെ, അല്ലെങ്കിൽ അവൻ ദുബായി പോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സർക്കംസ്റ്റൻസിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഡയറക്റ്റ് നമുക്ക് നോളജ് ഇല്ല അതിനെ കുറിച്ച്, പക്ഷെ ആ ഒരു അതിൽ നിന്ന് കിട്ടുന്ന സൂചനകളിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് അർത്ഥപതി അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. Okay, it consists in the assumption of some unperceived fact in order to explain apparently inconsistent. അതായത് നമുക്ക് പെർസീവ് ചെയ്യാത്ത, കിട്ടാത്തൊരു കാര്യത്തെ നമ്മൾ കിട്ടുന്ന അവിടെ ഉള്ള കുറച്ച് നോളജിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് തന്നെയാണ് നമ്മൾ ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അർത്ഥപതി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതായത് അതിന്റെ സർക്കംസ്റ്റൻസ്, നമ്മൾ അതിന്റെ ഒരു പരിസരം നിരീക്ഷിച്ചിട്ട് നമുക്ക് കുറച്ച് സൂചനകളൊക്കെ കിട്ടും. ആ സൂചനകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാ, ഒരു കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കുകയാണ്. അതിന് നമ്മൾ എന്ത് പറയും, അർത്ഥപതി അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഈ ദേവദത്തന്റെ നോക്കൂ. അതേ അവരെന്താണ് നല്ല ഫാറ്റ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ എന്താണ് നമുക്ക് അയാൾ രാത്രി ഭക്ഷണം കഴിക്കണ്ടോ ഇല്ലയെന്ന് അറിയില്ല, പക്ഷെ പകൽ അയാൾ ഭക്ഷണം കഴിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ ഫാറ്റിന്റെ കാരണം എന്താണ്, അവർ രാത്രി നല്ലോണം അടിച്ചു കയറ്റുന്നുണ്ടാവും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെ ആ ഒരു എന്താണ് കിട്ടുന്ന സൂചനകളിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കുക. അതിനാണ് അർത്ഥപതി. ഓക്കെ. ദെൻ സിക്സ്ത് വൺ അനുപലബ്ധി. എന്താണ് അനുപലബ്ധി? അനുപലബ്ധി മീൻസ് നോൺ പെർസെപ്ഷൻ.
നോൺ കോംപ്രിഹെൻഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. അത് നോൺ പെർസെപ്ഷൻ. ഓക്കെ, നോൺ കോംപ്രിഹെൻഷൻ എന്നാണ് ആക്ച്വലി, നോൺ പെർസെപ്ഷൻ അല്ല. നോൺ പെർസെപ്ഷനും പറയാം, പക്ഷെ ആക്ച്വലി അതിന്റെ ഒരു മറ്റൊരു പേര് നോൺ കോംപ്രിഹെൻഷൻ എന്നാണ് കേട്ടോ. നോൺ പെർസെപ്ഷനെ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ട് പറയാം. ഓക്കെ, അത് ജസ്റ്റ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഇറ്റ് ഈസ് ദ വേ ഇൻ, എന്താണ് അനുപലബ്ധി അല്ലെങ്കിൽ നോൺ കോംപ്രിഹെൻഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ വേ ഇൻ വിച്ച് ആൻ ആബ്സെൻസ് ഓഫ് സംതിങ് ഈസ് പെർസീവ്ഡ്. അതായത് ഇപ്പൊ നമ്മള് കോളേജിലേക്ക് ചെന്നു, എന്നിട്ട് നമുക്കറിയില്ല ഇന്ന് കോളേജ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ കോളേജിൽ ആര് കാണാത്തത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്ത്, ഇന്ന് നമുക്ക് കോളേജ് ഇല്ല. അതായത് സംതിങ് ഡസ് നോട്ട് എക്സിസ്റ്റ് കനോട്ട് ബി പെർസീവ്ഡ് ത്രൂ ദ സെൻസസ് ഇൻസ്റ്റഡ് അനദർ സോഴ്സ് ഓഫ്. അതായത് നമുക്ക് എന്താ പറയുന്നത്, എക്സാമ്പിൾ ദ കൺസെപ്റ്റ് ഓഫ് എംപ്റ്റിനെസ് ഇൻ എ കണ്ടെയ്നർ പ്രീസപ്പോസസ് നോൺ എക്സിസ്റ്റൻസ്. അതായത് ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഒന്നുമില്ല എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്, അതിന്റെ എംപ്റ്റി, ശൂന്യത കണ്ടതുകൊണ്ടാണ്. അതായത് എങ്ങനെയാ പറഞ്ഞത്, ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഒരു ശൂന്യത കണ്ടതുകൊണ്ട്. അതിനാണ് നമ്മൾ അനുപലബ്ധി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നോളജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അത് കൂടുതൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. നമുക്ക് ക്ലാസ് ഉണ്ടോ, നമ്മൾ അതിന്റെ ഒരാഴ്ച പനിയൊക്കെ ആയിട്ട് നമ്മൾ ലീവിലായിരുന്നു, നമ്മൾ ആരോട് ചോദിച്ചില്ല എന്ന് ക്ലാസ് ഉണ്ടോ ഇല്ലയെന്നൊന്നും നമ്മൾ ചോദിച്ചില്ല. നമ്മള് കോളേജിലെത്തി, ക്ലാസ്സിൽ ഒരൊറ്റ കുട്ടികളും ഇല്ല. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം, ആ എംപ്റ്റിനെസ്, ഒറ്റ കുട്ടികളും ഇല്ല എന്നുള്ള ഒരു എംപ്റ്റിനെസ് നമ്മൾ കണ്ടപ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കി, ഓ ഓക്കെ ശരി, ഇന്ന് ക്ലാസ് ഇല്ലല്ലേ എന്നുള്ളൊരു നോളജ് നമുക്ക് കിട്ടി. അതിനാണ് എന്ത് പറയാ, അനുപലബ്ധി അല്ലെങ്കിൽ നോൺ കോംപ്രിഹെൻഷൻ എന്ന് പറയാ. ഓക്കെ, ക്ലിയർ ആണോ അനുപലബ്ധി എന്താന്നുള്ളത്? അതായത് എംപ്റ്റിനെസ്. ഇപ്പൊ നമ്മളൊരു ടേബിൾ മേല് പിന്നെ എന്താണ് ഒരു മിഠായി നമ്മളൊരു സീസർ ടേബിൾ മേല് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ടേബിൾ മേല് പിന്നെ അത് കാണുന്നില്ല. അതായത് അവിടെ കാണുന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ആ ഒരു ടേബിൾ ആ സാധനം ഇല്ല, അതിന്റെ എംപ്റ്റിനെസ് കണ്ടത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അത് മറ്റാരോ കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് അവിടെ ഇല്ല എന്നുള്ളൊരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. അതായത് എംപ്റ്റിനെസ് കണ്ടിട്ട് അവിടെ ആ ഒരു സാധനം ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ അതിന്റെ നോൺ എക്സിസ്റ്റൻസ് മനസ്സിലാക്കുന്നത്. അതിനാണ് അനുപലബ്ധി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് സംഭവം ഇല്ല അവിടെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ, അത് ഇല്ല എന്നുള്ള എന്താണ് പിന്നെ അതൊരു നോൺ എക്സിസ്റ്റൻസ് നമ്മൾ പ്രീസപ്പോസസ് ചെയ്യുന്നതിനാണ് അനുപലബ്ധി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഗൈസ്? അനുപലബ്ധി ക്ലിയർ ആണോ? അതായത് ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളെ 6 പ്രമാണാസ്. ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ ആണ്. പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപത്തി, അനുപലബ്ധി. ഇതിന്റെ 6നെ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് എന്നുള്ളത്, അതായത് എക്സാമ്പിൾ തരും, നമ്മൾ ഇതിൽ ഏത് പ്രമാണമാണ് ഇതിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ആ ഒരു അത്രയെങ്കിലും നോളജ് നമുക്ക് ഈ എല്ലാത്തിനെയും കുറിച്ച് ഉണ്ടായിരിക്കണം. പിന്നെ ഈ കാറ്റഗറൈസേഷൻ ഒക്കെ ഏതിന്റെ അണ്ടറിൽ വരുന്ന എന്നുള്ളതും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഇനി നമ്മൾ ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി ആണ് പറയാനുള്ളത്. അതായത് 2 ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓർത്തഡോക്സ് സ്കൂൾസും അൺഓർത്തഡോക്സ് സ്കൂൾസും. എന്താണ് ഓർത്തഡോക്സ് സ്കൂൾ അല്ലെങ്കിൽ ആസ്റ്റിക് സ്കൂൾ എന്നും പറയും കേട്ടോ. ആസ്റ്റിക് സ്കൂൾ അല്ലെങ്കിൽ നാസ്റ്റിക് സ്കൂൾ അങ്ങനെയാണ് പറയാ. ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി വിച്ച് ഫോളോസ് വേദ ആസ് സോഴ്സ് ഓഫ് നോളജ്. ദേ ആർ, അതായത് വേദഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ, അതിന് നമ്മൾ സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് അംഗീകരിക്കുന്ന പിന്നെ സ്കൂളുകളെയാണ് നമ്മൾ ഓർത്തഡോക്സ് സ്കൂൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ ആസ്റ്റിക് സ്കൂൾ എന്ന് പറയുന്നത്. വേദ ഗ്രന്ഥങ്ങൾ അറിയില്ലേ, അതിനെ നമ്മളെ ഇന്ത്യൻ ഫിലോസഫിയിലെ വേദങ്ങളാണ് കേട്ടോ പറയുന്നത്. അതിന് എന്ത് ചെയ്യാ, സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് അംഗീകരിക്കുന്ന കുറച്ച് സ്കൂളുകളുണ്ട്, അംഗീകരിക്കാത്ത സ്കൂളുകളുണ്ട്. വിച്ച് ഡസൻ ഫോളോ വേദ ആസ് എ സോഴ്സ് ഓഫ്, അതിനെ നമ്മൾ അൺഓർത്തഡോക്സ് അല്ലെങ്കിൽ നാസ്റ്റിക് സ്കൂൾ എന്നും പറയും. വേദയെ ഇപ്പോ ചിലപ്പോ ചോദിച്ചേക്കാം, ഇങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ. അപ്പോ വേദയെ സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെ ഓർത്തഡോക്സ് സ്കൂളുകൾ എന്നും എന്താണ് ആക്സെപ്റ്റ് ചെയ്യാത്തതിനെ അൺഓർത്തഡോക്സ് സ്കൂൾ അല്ലെങ്കിൽ നാസ്റ്റിക് സ്കൂൾ എന്നും പറയുന്നു. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്താന്ന് വെച്ചാല് 6 പിന്നെ ഇത് 6 സ്കൂളുകളാണ്. അതായത് പിന്നെ ഓർത്തഡോക്സ് സ്കൂള് തന്നെ 6 എണ്ണം ഉണ്ട്.
ന്യായ ഫിലോസഫി, വൈശേഷിക, പൂർവമീമാംസ, സംഖ്യ ഫിലോസഫി, യോഗ ഫിലോസഫി, ഉത്തരമീമാംസ, വേദാന്ത. ഇത്രയുണ്ട്. ഈ 6 ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: ഏതൊക്കെ പ്രമാണങ്ങളെയാണ് ഇതിൽ സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ ന്യായ ഫിലോസഫി പെർസെപ്ഷനെയും ഇൻഫറൻസിനെയും ശബ്ദയെയും കമ്പാരിസനെയും എന്താണ് സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് ക്വസ്റ്റ്യനിൽ വരാറുള്ളത്. ഇപ്പൊ ന്യായ ഫിലോസഫി ഏതൊക്കെ എന്താണ് ആരൊക്കെയാണ് ഏതൊക്കെ പ്രമാണങ്ങളെയാണ് സോഴ്സ് ഓഫ് നോളജ് ആയി അംഗീകരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ 4 തന്നിട്ട് ഇത് എന്താണ് ഈ സോഴ്സ് ഓഫ് നോളജ് ഈ പ്രമാണങ്ങളെ സോഴ്സ് ഓഫ് നോളജ് ആയി അംഗീകരിച്ചിട്ടുള്ളത് ഏത് ഫിലോസഫിയിലാണ് അല്ലെങ്കിൽ ഏത് സ്കൂളിലാണ് എന്നുള്ളത് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഈ 6 സ്കൂളുകള് ഓർത്തഡോക്സിന്റെ കീഴിലുള്ള 6 സ്കൂളുകൾ ഇതാണ് എന്നും അൺഓർത്തഡോക്സിന്റെ കീഴിലുള്ളത് ഇത് ഈ 3 എന്നുള്ളതും ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഓരോ ഫിലോസഫിയിൽ ഇതിന് ആകെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത് മാത്രമാണ്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പൊ ഓരോന്ന് ഇപ്പൊ ന്യായ ഫിലോസഫിയുടെ പെർസെപ്ഷനും ഇൻഫറൻസും ശബ്ദയും കമ്പാരിസണും വാലിഡ് സോഴ്സ് ഓഫ് നോളജ് ആണ് പ്രമാണയില്. വൈശേഷികയില് പെർസെപ്ഷനും ഇൻഫറൻസും മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. പൂർവമീമാംസയില് പെർസെപ്ഷനും ഇൻഫറൻസും ശബ്ദ കമ്പാരിസൺ ഇംപ്ലിക്കേഷൻ. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഫിലോസഫിയുടെ പേരാണ് കേട്ടോ. ന്യായ ഫിലോസഫി, വൈശേഷിക ഫിലോസഫി, അല്ലെങ്കിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ ഓരോ സ്കൂളുകളുടെ പേരാണ്. അത്ര ഓർത്തിച്ചാൽ മതി. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ: ന്യായ ഫിലോസഫി ഓർത്തഡോക്സ് സ്കൂളാണെന്ന് ഓർത്തുക, അല്ലെങ്കിൽ ആസ്റ്റിക് സ്കൂളാണെന്ന് ഓർത്തുക. അതിൽ വരുന്ന വാലിഡ് ആയിട്ടുള്ള പ്രമാണാസ് ഏതൊക്കെയാണ്. ഇനി പൂർവമീമാംസ പെർസെപ്ഷൻ, ഇൻഫറൻസ്, ശബ്ദ കമ്പാരിസൺ, ഇംപ്ലിക്കേഷൻ. സംഖ്യ ഫിലോസഫിയിൽ പെർസെപ്ഷൻ, ഇൻഫറൻസ്, ശബ്ദ. യോഗ ഫിലോസഫിയിൽ പെർസെപ്ഷൻ, ഇൻഫറൻസ്, ശബ്ദ. ഉത്തരമീമാംസ, വേദാന്ത. അനുപലബ്ധി അംഗീകരിക്കുന്ന ഒറ്റ ഇതേ ഉള്ളൂ, അതേതാണ്? ഉത്തരമീമാംസ. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇതിൽ 5 പെർസെപ്ഷൻ, ഇൻഫറൻസ്, ശബ്ദ, കമ്പാരിസൺ, അനുപലബ്ധി ഉണ്ട്. ഈ അനുപലബ്ധി വേറെ ഏതിലും വരുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ ഓരോന്നിലും എന്താണ് ഏതൊക്കെ പ്രമാണസാണ് സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് അംഗീകരിക്കുന്ന നോക്കാം. പിന്നെ അൺഓർത്തഡോക്സ് സ്കൂളില് വിച്ച് ഡസന്റ് ഫോളോ വേദാസ് ആസ് സോഴ്സ് ഓഫ് നോളജ്. ഇത് വേദഗ്രന്ഥങ്ങളെ സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ തന്നെ വന്നിട്ടുള്ളത്. അതേതൊക്കെയാണ്? ബുദ്ധിസ്റ്റ്, ജൈനിസം ആൻഡ് ചാർവക. ബുദ്ധിസ്റ്റില് പെർസെപ്ഷനും ഇൻഫറൻസിനും മാത്രമേ ഈ പ്രമാണങ്ങളെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ജൈനിസത്തില് പെർസെപ്ഷൻ, ഇൻഫറൻസ്, ശബ്ദം ഉണ്ട്. ചാർവക പെർസെപ്ഷനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ഓർത്തഡോക്സ് സ്കൂൾ, അൺഓർത്തഡോക്സ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ അതിൽ ഏതൊക്കെ പ്രമാണാസ് ആണ് വരുന്നത് നോക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു ഇതിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി ഇത്രയും പറഞ്ഞതിൽ നിന്ന് കുറച്ച് PYQs നോക്കാം. ഇത് ക്ലിയർ അല്ലേ? ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫി ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ എന്ന് ചോദിച്ചാൽ ഇതിൽ ഇത്രയും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓരോ സ്കൂളുകളിലും നിങ്ങൾ ഏതൊക്കെ പ്രമാണാസാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ആ പേരുകൾ പഠിച്ചെടുക്കണം. 6 പേരുകൾ ഏതൊക്കെ ഓർത്തഡോക്സ് സ്കൂളിന്റെ കീഴിലുള്ള 6 അൺഓർത്തഡോക്സ് സ്കൂളിന്റെ കീഴിലുള്ള ആസ്തിക്, നാസ്തിക്, ഈ 2 പേരും ഓർത്തെക്കണം കേട്ടോ. Okay. The term Yogaja pertains to which of the following pramana? Guys, the term Yogaja നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതിന്റെ
ആസിഫ് ക്ലാസ്സിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണോ ജോയിൻ ചെയ്തത്? സിയാദ് തുടക്കം മുതലേ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യോഗജ ഏതിന്റെ കാറ്റഗറൈസേഷൻ ആണ്? യോഗജ അല്ലെങ്കിൽ യോഗജ പ്രത്യക്ഷ പെർസെപ്ഷന്റെ കാറ്റഗറൈസേഷനിലാണ് വന്നിട്ടുള്ളത്. പെർസെപ്ഷനിൽ തന്നെ അലൗകികയിലാ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ ആൻസർ പെർസെപ്ഷൻ ആണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇതിൽ ഫസ്റ്റ് തന്നെ ഉണ്ട് എ പെർസെപ്ഷൻ എന്ന് കാണുന്നുണ്ട്. അപ്പൊ നമുക്കിതില് ആരൊക്കെ ഒഴിവാക്കാം? ഒരു പെർസെപ്ഷൻ ആണ് നമുക്കിതില്. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? എലിമിനേഷൻ മെത്തേഡ് ഒക്കെ നമ്മൾ ഉപയോഗിക്കട്ടോ. അപ്പൊ നമുക്ക് വെർബൽ ടെസ്റ്റിമണിയെ ഇംപ്ലിക്കേഷനെയും നമുക്ക് ഒഴിവാക്കാം. പെർസെപ്ഷൻ വേർ കാണുമ്പോ തന്നെ എന്ത് ചെയ്യാം? അത് പെർസെപ്ഷൻ ആണെന്ന് മനസ്സിലായി. ഡിറ്റർമിനേറ്റും ഇൻഡിറ്റർമിനേറ്റും എയും ബിയും രണ്ട് എന്താണ് പെർസെപ്ഷന്റെ കാറ്റഗറൈസേഷൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ രണ്ടിലൊന്നേ വരുള്ളൂ. എന്തായിരുന്നു ഡിറ്റർമിനേറ്റ്, എന്താണ് ഇൻഡിറ്റർമിനേറ്റ്? ഓക്കെ, ഡിറ്റർമിനേറ്റും ഇൻഡിറ്റർമിനേറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിർവികൽപ്പക അല്ലെങ്കിൽ സവികൽപ്പക, അതായത് വിത്തൗട്ട് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് അറിയുന്നതിന് മുന്നേ ഉള്ള നോളജും എല്ലാ നോളജുകളും അറിഞ്ഞിട്ടുള്ളതും എല്ലാ ഫീച്ചേഴ്സും അറിഞ്ഞിട്ടുള്ള നോളജും, അതാണ് ഡിറ്റർമിനേറ്റ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് നോളജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മളെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒരു ധാരണ, കുറച്ച് അറിവുകൾ ഉണ്ടാവും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇവിടെ ആക്സിലേറ്റർ എന്താണ്, മുന്നിൽ നിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം. അതിന്റെ ഫീച്ചേഴ്സ് ഒന്നും അറിയുന്നതിന് മുന്നേ, അതിനാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് എന്നും. ഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡെപ്ത് നോളജ്. ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം ഡ്രൈവിങ്ങിനെ കുറിച്ച് നമുക്ക് നോളജ് ഉണ്ടാവും. മുന്നത്തെ അതുപോലെയുള്ള നോളജ് ആയിരിക്കും പിന്നെ ഉണ്ടാവുക? അല്ല, എൻ്റയർലി ഡിഫറെന്റ് ആയിട്ട് അതിന് ഓരോന്നിനും നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ, അതായത് പ്രൊസസ്ഡ് പെർസെപ്ഷൻ ഉണ്ടാവുക. അത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ആ ഒരു സംഭവം. അപ്പൊ അതിനാണ് നമ്മൾ ഡിറ്റർമിനേറ്റ് എന്ന് പറയാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ ഏതായിരിക്കും? പെർസെപ്ഷൻ വേ ഡു നോട്ട് ഹാവ് ദ നോളജ് ഓഫ് ആൻ ഒബ്ജക്ട് ക്യാരക്ടർ, അതായത് ആ ഒരു നോളജിന്റെ ഒബ്ജക്റ്റിന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള നോളജ് നമുക്ക് ഇല്ല. ബൈ എനി പ്രെഡിക്കേറ്റ് ബട്ട് ആൻ അപ്രഹെൻഷൻസ് ഓഫ് അൺറിലേറ്റഡ് എലമെന്റ്. അപ്പൊ കിട്ടിയില്ലേ? ഗസ് ഇൻഡിറ്റർമിനേറ്റ് ആണ്. അതായത് ഒരു സംഭവത്തെ കുറിച്ചിട്ടുള്ള എന്താണ് അതിന്റെ ഒരു നോളജ്, എന്താണ് നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഒക്കെ അറിയുന്നതിന് മുന്നേ ഉള്ള ഒരു പെർസെപ്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ ഫീച്ചേഴ്സും ഒക്കെ അറിഞ്ഞതിന് ശേഷമുള്ളത്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് വി ഡു നോട്ട് ഹാവ് ദ നോളജ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഇൻഡിറ്റർമിനേറ്റ് പെർസെപ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇതൊക്കെ which pramana involve predicting assumption or postulation about unknown or lesser known facts based on understanding previously established phenomena. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മുന്നേ ഉള്ള ഒരു പ്രീവിയസ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു
പാസ്റ്റ് നോളേജിലൂടെ നമുക്ക് കിട്ടുന്ന ഏതായിരുന്നു? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. റേഞ്ച് മഴയൊക്കെ കാരണം റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണോ എന്തോ അറിയില്ല, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ ക്ലാസ് മുഴുവനായിട്ട് കേട്ടവർക്ക് ആൻസർ കിട്ടേണ്ടതാണ്. ഗൈസ്, അനുമാന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിച്ച് പ്രമാണ ഇൻവോൾവ്, അതായത് അനുമാന നമ്മൾ ഫയറിന്റെയും സ്മോക്കിന്റെയും പറഞ്ഞില്ലേ. നമ്മൾ അനുമാനം എന്നത് മുന്നേ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ത് ഫയർ കത്തിച്ചപാട് സ്മോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എന്തുണ്ടായിരുന്നു, ഒരു മുന്നേ നമുക്ക് എന്തുണ്ട്, ഒരു നോളജ് നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പൊ നമ്മളൊരു ഹില്ലിൽ നമ്മൾ എന്താ ഒരു താഴെ നിന്ന് നോക്കുമ്പോ നമ്മുടെ ആ ഒരു മലയിൽ നമ്മളൊരു പുക വരുന്നത് കാണുമ്പോ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ഫയർ ഉണ്ടാവാം എന്നുള്ളൊരു കൺക്ലൂഷനിലെത്തിയാണ്. അതായത് മുന്നത്തെ ഒരു എന്താണ് പാസ്റ്റ് നോളേജ് വെച്ചിട്ട് നമ്മളൊരു കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കണം. അതിനാണ് നമ്മൾ അനുമാന എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ which pramana is used to explain knowledge derived from circumstances that are not directly perceived but are inferred through logical reasoning. ഇത് ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഡിറൈവ്ഡ് ഫ്രം സർക്കംസ്റ്റൻസസ്, അതാണ് ഇതിന്റെ ഒരു കീവേഡ്, ആൻസറിലേക്ക് എത്താനുള്ള ഒരു കീവേഡ്. എന്താണ് ഗൈസ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രമാണ യൂസ് ടു എക്സ്പ്ലെയിൻ നോളജ് ഫ്രം സർക്കംസ്റ്റൻസസ്, അതായത് നമ്മൾ ആ ഒരു പരിസരത്തിൽ നിന്ന് കുറച്ച് സൂചനകളൊക്കെ കിട്ടിയിട്ട് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഗൈസ്? ആരും ആൻസേഴ്സ് ഒന്നും പറയാത്തതുകൊണ്ട് അർത്ഥപതി നമ്മൾ പറഞ്ഞില്ലേ, ഇംപ്ലിക്കേഷൻ, അർത്ഥപതി. അതിനെന്താണ് നമ്മള് അതായത് സർക്കുംസ്റ്റൻസിൽ നിന്ന് നമ്മൾ പറഞ്ഞു. ദേവദത്തന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞില്ലേ, ദേവദത്ത നല്ല ഫാറ്റ് ആയിട്ടുള്ള ആളാണ്. ഡേ ടൈമിൽ അദ്ദേഹം വല്ലാതെ ഭക്ഷണം ഒന്നും കഴിക്കുന്ന നമ്മൾ കാണുന്നില്ല. അപ്പൊ ആ ഒരു സർക്കുംസ്റ്റൻസിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലെത്തിയാണ് അവരെന്ത് ചെയ്യുന്നുണ്ടാവും, നൈറ്റിന് നല്ല ഫുഡ് കഴിക്കുന്നുണ്ടാവും, അതായിരിക്കും അവന്റെ ഫാറ്റിന്റെ കാരണം എന്നുള്ളത്. ഓക്കെ, അതിനാണ് നമ്മൾ അർത്ഥപതി അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി which philosophical school emphasizes on the materialistic and atheistic view, rejecting the notion of an afterlife or existence of soul? ഇത് ക്ലാസ്സിൽ പറയാത്തൊരു ഇതാണ് വെച്ചാല് ഏത് സ്കൂളാണ് എന്ത് ചെയ്യുന്നത്, അത്തൈസം, അതായത് നിരീശ്വരവാദത്തെ, മെറ്റീരിയലിസ്റ്റിക് ലൈഫിന്, അതായത് നമ്മളൊരു പിന്നെ എന്താ പറയാ ഈ ലോക ഒരു എന്താണ് പരലോക ചിന്ത ഒന്നും ഇല്ലാത്തൊരു സ്കൂൾ ഏതാണ് എന്നുള്ളതാണ്. അത് ചാർവക സ്കൂളിലാണ് കേട്ടോ. മെറ്റീരിയലിസ്റ്റിക് തോട്ട് അല്ലെങ്കിൽ അത്തൈസ്റ്റിക്, ദൈവങ്ങളിലൊന്നും വിശ്വാസമില്ലാത്ത, ആഫ്റ്റർ ലൈഫിൽ വിശ്വാസമില്ല, അങ്ങനത്തെ ഒരു എക്സിസ്റ്റന്റ് സോൾ എന്നുള്ള ഒരു കൺസെപ്റ്റിലൊന്നും വിശ്വാസമില്ലാത്തത് ചാർവക സ്കൂളിനാണ് കേട്ടോ. അത് ഓർത്തിരിക്കാം. Okay, then sixth one, which form of perception involved recognizing an object based on its universal property or classes? ഇത് ഞാൻ ഇതെടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സൽ പ്രോപ്പർട്ടി ഓർ ക്ലാസ് മനസ്സിലാക്കുന്നത് ഏത് പെർസെപ്ഷൻ വഴിയാണ്? യൂണിവേഴ്സാലിറ്റി ഓഫ് പോർട്ട്നെസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സാമാന്യ ലക്ഷണ. ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഒന്നും കൂടി ക്ലാസ് കേട്ട് നോക്കുക, അല്ലെങ്കിൽ PPT ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതായത് യൂണിവേഴ്സാലിറ്റി ഓഫ് പ്രോപ്പർട്ടി മനസ്സിലാക്കുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ, അത് നമുക്ക് ഏത് പെർസെപ്ഷൻ വഴിയാണ്? സാമാന്യ ലക്ഷണ വഴിയാണ്. ഓക്കെ, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവര് ഒന്ന് ക്ലാസ് ഒന്ന് മുന്നേ ഭാഗം കേട്ടാൽ മതി കേട്ടോ. ഇനി which Indian philosophy reject the Vedas as the primary source of knowledge and is considered heterodox? ഇതില് ഏത് സ്കൂളാണ് എന്ത് ചെയ്യുന്നത്, വേദയെ റിജക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ഓർത്തഡോക്സ് അല്ലെങ്കിൽ അൺഓർത്തഡോക്സ് സ്കൂൾ, ആസ്തിക് സ്കൂൾ ഓർ നാസ്തിക് സ്കൂളിന്റെ ഒരു കാറ്റഗറൈസേഷനിൽ നമ്മൾ മനസ്സിലാവും എന്താണ് ഇതില് ന്യായയും സംഖ്യയും വേദാന്തയും വേദയെ എന്താ പ്രൈമറി സോഴ്സ് ആയിട്ട്, പ്രൈമറി സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് അംഗീകരിക്കുന്നുണ്ട്. ബുദ്ധിസം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അംഗീകരിക്കാത്തത്. ഓക്കെ,
Then PYQH, which of the following is considered the oldest of orthodox philosophical system in Indian philosophy? ഇത് പറഞ്ഞിട്ടില്ല, ഇങ്ങനത്തെയുള്ള കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ സംഖ്യയാണ് ഓൾഡസ്റ്റ് സ്കൂള്. നമ്മൾ പറഞ്ഞ ഒരുപാട് ഓർത്തഡോക്സ് അൺഓർത്തഡോക്സ് ആസ്തിക് ആൻഡ് നാസ്തിക് സ്കൂളുകളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത് സംഖ്യയാണ്, ഓപ്ഷൻ ബി. ഓക്കെ, ഇങ്ങനെയുള്ള ജനറൽ ക്വസ്റ്റ്യൻസുകളൊക്കെ ഇതിൽ നിന്ന് കാണാറുണ്ട് കേട്ടോ. അക്കോർഡിംഗ് ടു ന്യായ ഫിലോസഫി വാലിഡ് നോളജ് ക്യാൻ ബി അറ്റൈൻഡ് ത്രൂ. ന്യായ ഫിലോസഫിയിൽ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് പിന്നെ ഓരോ സ്കൂളുകളിലും ഏതൊക്കെ പ്രമാണാസുകളാണ് അംഗീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഐഡിയ വേണം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ന്യായ സ്കൂളിന്റെ പെർസെപ്ഷൻ, ഇൻഫറൻസ്, കമ്പാരിസൺ ആൻഡ് വെർബൽ ടെസ്റ്റിമണിയാണ് ന്യായ സ്കൂള് പിന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രമാണാസ്. ഓക്കെ, then 10th question, which school of Indian philosophy is known for its doctrine of anekadvada or the many sidedness of reality? ഇത് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് ആഡ് ചെയ്തതാണ്. അതായത് ജൈനിസം ആണ് എന്ത്, ജൈനിസം അനേകദ്വത എന്ന് പറഞ്ഞാല് കോർ പ്രിൻസിപ്പിൾ ജെയിൻസ് ഫിലോസഫി എംഫസൈസിങ് ദ മെനിഫോൾഡ് ആസ്പെക്ട് ഓഫ് ട്രൂത്ത് ഓർ റിയാലിറ്റി. എന്താന്ന് വെച്ചാല് നമ്മള് ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഒറ്റ കാര്യത്തിലൂടെ അല്ല. ഇപ്പോ എന്താ പറയാ, ഒരു തിയറി നമ്മൾ മനസ്സിലാക്കുക അതിന്റെ വിവിധ ആംഗിളിലൂടെ പല കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലാണ് ഒരു തിയറി നമുക്ക് മനസ്സിലാക്കുക. അതായത് ഒരു തിയറി മനസ്സിലാക്കാൻ ഒറ്റ കാര്യം മാത്രം പഠിച്ച പോരാ, അതിന്റെ പല ആംഗിളിൽ നിന്നുള്ള മെനി സൈഡ്നെസ് എന്നാ പറഞ്ഞത്. അതായത് നോൺ വൺ സൈഡ്നെസ് ഓർ മെനി സൈഡ്നെസ്, അതായത് അതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തു നിന്നും വരുന്ന കാര്യങ്ങളെല്ലാം കൂടി പഠിച്ചു കഴിയുമ്പോഴാണ് എന്ത് ഒരു തിയറി അതിന്റെ കംപ്ലീറ്റ് ആവുക. അതിനാണ് നമ്മൾ എന്താ പറയാ അനേകദ്വത എന്ന് പറയുന്നത് കേട്ടോ. അത് ഏതിന്റെയാണ്, ജൈനിസത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇറ്റ് ടീച്ചേഴ്സ് ദ റിയാലിറ്റി ഈസ് കോംപ്ലക്സ് ആൻഡ് മൾട്ടിഫേസ്ഡ് ആൻഡ് നോ സിംഗിൾ വ്യൂ പോയിന്റ് ക്യാൻ ക്യാപ്ചർ ദ ഹോൾ ട്രൂത്ത്. ഒരു ട്രൂത്ത് മനസ്സിലാക്കാൻ ഒരു സിംഗിൾ വ്യൂ പോയിന്റ് പോരാ, എല്ലാ ഭാഗത്തു നിന്നുള്ള വ്യൂ പോയിന്റുകളും കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാര്യത്തെ കുറിച്ച്, ഒരു ട്രൂത്തിനെ കുറിച്ചുള്ള ഹോൾ നോളജ് നമുക്ക് കിട്ടുക. അതായത് ഒറ്റ ആംഗിളിൽ നിന്ന് മാത്രം നോക്കിയാൽ പോരാ, ഒരു ട്രൂത്ത് മനസ്സിലാകാൻ അല്ലെങ്കിൽ ഒരു തിയറി എന്തെങ്കിലും മനസ്സിലാക്കാൻ നമ്മൾ പല ആംഗിളിൽ നിന്നുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിന്റെ ഹോൾ കാര്യം കിട്ടുള്ളൂ എന്നാണ് അനേകദ്വത കൊണ്ട് അർത്ഥാക്കുന്നത്. അതായത് ജൈനിസത്തിന്റെ കോർ പോയിന്റ് ആണ്, കോർ ഫിലോസഫിയാണ്, അല്ലെങ്കിൽ കോർ പ്രിൻസിപ്പിൾ ആണ് എന്ന് ഓർത്തേക്കുക. അപ്പൊ ഓക്കെ ഗൈസ്, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. മഴ കാരണം എന്തോ കുറച്ച് കുട്ടികളെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്? ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഗൈസ്? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഇനി 1-2 ക്ലാസ്സുകൾ നമുക്ക് ഇന്ത്യൻ ഫിലോസഫി അല്ലെങ്കിൽ ഇന്ത്യൻ ലോജിക്